Good evening to all. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ കേൾക്കുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുവാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ ചാറ്റ് ബോക്സ് ഒന്ന് പറയണം. ടു ചെക്ക് ദീസ് സെറ്റിംഗ്സ് ചെക്ക് ചെയ്യണം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ, ഫൈൻ. നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ EDC-യിലുള്ള ആദ്യത്തെ കുറച്ച് ടോപ്പിക്സ് ആണ്. ഇതിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പ്രീവിയസ്ലി പലപ്പോഴായിട്ട് PSCക്ക് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് ഇതിൽ ചെയ്യാൻ നോക്കുന്നത്. അത് വെച്ച് നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് തരിക എന്നുള്ളതാണ് നോക്കുന്നത്. ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന കൊടുത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്നത് സെമി കണ്ടക്ടർ എന്നൊരു ടോപ്പിക് ഉണ്ട്. ഇപ്പം അതിനകത്ത് ജെർമേനിയം, സിലിക്കൺ പല ടൈപ്പ് ഉണ്ട്. ഇൻട്രൻസിക്, എക്സ്ട്രൻസിക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറിയാം. ഇപ്പോൾ കാറ്റഗറൈസ് ഒക്കെ ഉണ്ട്. തിയറി നമ്മൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അത് ഏത് ലെവലിൽ വേണമെങ്കിൽ പോകാമെന്നാണ്. നിങ്ങൾക്കറിയാം PSCക്ക് അങ്ങനെ ഒരു മാർക്കൊന്നുമില്ല, ബെഞ്ച് മാർക്കൊന്നുമില്ല. എവിടെ നിന്നോട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാമെന്നാണ്. ദെൻ PN ജംഗ്ഷൻസ് ഉണ്ട്, റെക്ടിഫയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 13 to 15 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കിത് പ്രീവിയസ്ലി എവിടെയെങ്കിലും കേരള PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അതാണ് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യുക. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് റിലേറ്റഡ് ടു ദീസ് നമ്മൾ കുറച്ച് കാര്യം കൂടെ പറയുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അതിന് കുറച്ച് തിയറി പാർട്ടുകൂടെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, നമുക്കൊന്നും സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വി ആർ ഗോയിങ് മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് പോകാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇത് നേരത്തെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ നോക്കുക. ഇത് ഡയോഡായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡയോഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡയോഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. സോ ഇൻ ദ പീസ് വൈസ് ലീനിയർ മോഡൽ, ഡയോഡിന്റെ മോഡലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാമെന്ന് വിചാരിക്കും. ഞാൻ പറയാം എന്തൊക്കെ ഉള്ളതെന്ന്. ഒരു വെച്ച ക്വസ്റ്റ്യൻ ഇതാണ്: ദ പീസ് വൈസ് ലീനിയർ ഡയോഡ് മോഡൽ, ദ ഡയോഡ് റെസിസ്റ്റൻസ് ഈസ്. ഡയോഡിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു മോഡലിൽ. there are 4 ഓപ്ഷൻസ് നമുക്ക് കാണാം. low for all biases, high for all biases, low for biases greater than some V gamma, അത് കട്ട് ഇൻ വോൾട്ടേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, and high for biases less than V gamma, and option D is high for biases greater than V gamma and low for biases less than V gamma. മേ ബി നിങ്ങൾക്ക് എൻ്റെ ആൻസർ അറിയായിരിക്കും. എങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഡയോഡ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഡയോഡ് നമുക്ക് മോഡൽ ചെയ്യാം അല്ലേ? ഡയോഡ് മോഡലിംഗ് ചെയ്യാന്ന് പറയും. എന്ന് വെച്ചാൽ എന്തുവാണ്, ഡയോഡ് നമുക്കൊരു ഇക്വേഷൻ നമുക്കുണ്ട്. നമുക്കറിയാം ഡയോഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ആ ഇക്വേഷൻ എങ്ങനെ ഇരിക്കുന്നത്, ഡയോഡ് കറണ്ട് അല്ലേ? ഡയോഡ് കറണ്ടിനെയും ഡയോഡിന്റെ അക്രോസ് വോൾട്ടേജിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഡയോഡ് ഇക്വേഷൻ നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിന് അക്രോസ് വോൾട്ടേജ് നമ്മൾ V എന്ന് വിളിച്ചു. കറണ്ട് ഈസ് ID ആണെങ്കിൽ ഒരു എക്സ്പോണൻഷ്യൽ റിലേഷൻ തരുന്ന ഒരു ഇക്വേഷൻ ആണ്. ദാറ്റ് ഇസ് ലൈക്ക് ദിസ്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഉണ്ട്, e raised to the voltage V by eta VT minus 1. ഇതാണ് എക്സാക്ട്ലി ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ IS എന്തുവാണ്, നമുക്കാണെങ്കിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് വിളിക്കാം. ഓക്കെ, V എന്ന് പറയുന്ന ഡയോഡിന്റെ അക്രോസ് വോൾട്ടേജ് ആണ്. ഈറ്റ എന്തുവാണ് നമ്മൾ പറയുന്നത്, ഐഡിയാലിറ്റി ഫാക്ടർ എന്നാണ് പറയുക. ഓക്കെ, ഐഡിയാലിറ്റി ഫാക്ടർ ആണ് ഈറ്റ. നമ്മൾ യൂഷ്വലി സിലിക്കൺ ഡയോഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിന് 2 എന്ന് പറയുന്നുണ്ട്. ജെർമേനിയം ഡയോഡ് ആണെങ്കിൽ നമ്മൾ 1 എന്ന് പറയും. ബട്ട് റിമെമ്പർ, ഇത് ലോ ഫ്രീക്വൻസിയിൽ മാത്രമുള്ള കേസാണ് നമ്മൾ ഈ പറയുന്ന ഐഡിയാലിറ്റി ഫാക്ടർ നമ്മൾ ഡെറൈവ് എടുക്കുമ്പോൾ സിലിക്കണ് 2ഉം ജെർമേനിയത്തിന് 1ഉം കിട്ടുന്നത്. സോ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഐഡിയാലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫോർ ജെർമേനിയോ സിലിക്കണോ ഒക്കെ എടുത്താൽ നമുക്ക് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 തന്നെയാണ്. അത് നോക്കിയാണ് പല ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റീഡ് ചെയ്യുന്നത് മിക്കവാറും n=1 ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ജെർമേനിയം ആണെന്നോ സിലിക്കൺ ആണെങ്കിൽ പോലും അവരെപ്പോഴും ഒന്നും പറയുന്നില്ലെങ്കിൽ 1 എന്ന് യൂസ് ചെയ്യും. അതിന് കാരണം അത്രേ ഉള്ളൂ. ഫ്രീക്വൻസി ഇൻക്രീസസ് ദിസ് ഫാക്ടർ ഓൾ വെരി ക്ലോസ് ടു 1 ആണ്, ജെർമേനിയം ആയാലും സിലിക്കൺ ആയാലും.
ബട്ട് നമ്മൾ യൂഷ്വലി പറയുന്ന ഈ ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആണെന്ന് പറയുന്നതുകൊണ്ടാണ് ടിപ്പിക്കലി നമ്മളിങ്ങനെ പറയുന്നത് സിലിക്കൺ ഇത് 2 ആണെന്നും ജെർമേനിയം 1 ആണെന്നുള്ളത്. ഇപ്പൊ കേരള PSC പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് 2 ഉം 1 ആയിട്ട് നിങ്ങൾ എടുത്ത് തന്നെ ചെയ്യണം. ബിക്കോസ് അവർ ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ പറ്റി ആയിരിക്കും കൂടുതൽ പറയുന്നത്. ഇനി ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന ഒരു കേസ് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലാണെന്ന് സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് 1 ആണുള്ളത്. ഇതാണ് ആ ഡയോഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതൊരു എക്സ്പൊണൻഷ്യൽ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് e⁻x എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം ഡയോഡ് ഒരു സർക്യൂട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യുവാണെങ്കിൽ അല്ലെ, നമ്മൾ സർക്യൂട്ടിൽ കൊണ്ടത് പ്ലേസ് ചെയ്യുവാണെങ്കിൽ ലൈക്ക് ദിസ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു സർക്യൂട്ടിൽ ഇത് പ്ലേസ് ചെയ്തു, ഒരു ഡയോഡ് കൊണ്ടുവച്ചു, ഒരു റെസിസ്റ്റർ കൊണ്ടുവച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ സം വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സം റെസിസ്റ്റൻസ് ഇവിടെ വെച്ചിട്ട് ഇപ്പൊ ഡയോഡിന്റെ കറണ്ട് എനിക്കറിയാം എന്താണെന്നുള്ളത് അല്ലെ, ഇതിൽ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ റിലേഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന എന്ത്, ഈ കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഡയോഡിന് ഇവിടെ ഒരു 0.7 വോൾട്ട്, പ്രാക്ടിക്കലി 0.7 ആണ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് V - 0.7 ഡിവൈഡ് ബൈ R എന്നത് സോൾവ് ചെയ്യും. ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവിടെ നമുക്ക് ഇഷ്യൂസ് ഒന്നുമില്ല, കാരണം V - 0.7 ബൈ R എന്നാൽ കറണ്ട് കിട്ടും. ബട്ട് നമ്മൾ ഡയോഡ് ഇക്വേഷനും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ നമുക്ക് ഒരു സാധാരണ ഈ ഡയോഡിന്റെ ഈ കറണ്ടും ആയിരിക്കും, മറ്റേ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തുമായിരിക്കും, ഒരു KCL വെച്ച് നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ KVL വെച്ച് എഴുതുന്ന ഒരു ക്രിച്ചോസ് വോൾട്ടേജിൽ വെച്ച് എഴുതുന്ന ഒരു കറണ്ട് ഒരു റിലേഷൻ ആയിരിക്കും. ഒരെണ്ണം എക്സ്പെൻഷ്യൽ റിലേറ്റ് ചെയ്യുന്ന ഒരു മറ്റെന്തുമാണ് സാധാരണ ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. ഇത് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടത് വരും, അല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഓർത്താൽ മതി. പിന്നെ ഞാൻ നിങ്ങളോട് പറയുവാണ് x = e⁻x എന്ന് പറയുക. കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണെന്ന് നമുക്ക് തോന്നും. e⁻x - x = 0 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ആണ്. ഈ ടൈപ്പ് ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ സോൾവ് ചെയ്യും? അതെ, ഇതിലൊരു ലീനിയർ അല്ലെങ്കിൽ ഒരു നോൺ ലീനിയർ ഫംഗ്ഷൻ വരുന്ന പ്ലസ് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വരുന്ന ഒരു സംഭവമാണ്. ലൈക്ക് ദിസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇക്വേഷൻ കിട്ടത്തുള്ളൂ. ദെർഫോർ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഈസി അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡയോഡ് നമ്മൾ മോഡൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മോഡൽ ചെയ്യുന്നത് നമ്മൾ 3 ടൈപ്സ് നമ്മൾ മോഡൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് 3 ടൈപ്പിലാണ് എന്നെ മോഡൽ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, മോഡൽസ് ഏതൊക്കെയാണെന്ന് മേ ബി നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുവാണെങ്കിൽ മോഡൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് മോഡൽ വെരി സിമ്പിൾ മോഡൽ, ഐഡിയൽ ഡയോഡ് മോഡൽ. ഐഡിയൽ എന്ന് വിചാരിച്ചാൽ ഐഡിയൽ മോഡൽ എന്ന് പറയും. ഓക്കെ, ഇത് മോഡൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ എല്ലാം പറയുന്നത് ഈ റിലേഷൻ ആണല്ലോ അല്ലേ. ആ കണ്ടതും ഐയും അല്ലെങ്കിൽ കറണ്ടും വോൾട്ടേജും റിലേഷൻ ആയിരുന്നു ഡയോഡ് ഇക്വേഷനെ കണ്ടത്. ഇത് അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വോൾട്ടേജും കറണ്ടിന്റെ റിലേഷൻ വെച്ച് പറയുവാണെങ്കിൽ നമ്മൾ പറയും ഐ അല്ലെങ്കിൽ V<0 ആണെങ്കിൽ ഡയോഡ് കറണ്ട് ഒന്നും പോകുന്നില്ല എന്ന് വെച്ചാൽ എന്തുവാണ്, ഡയോഡ് ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറയും. ഐഡിയൽ ഡയോഡ് മോഡലിൽ V<0 ആണെങ്കിൽ, ഓക്കെ, V<0 ആണെങ്കിൽ കറണ്ട് ഈസ് 0. ഇതാണ് ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത്. സെഗ്മെന്റ് ഈസ് ഫ്രം -∞ to 0 വരെ പോകുന്ന സെഗ്മെന്റ് ആണ്. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ വെൻ കറക്റ്റ് വോൾട്ടേജ് V0 ആകുന്നു അല്ലെങ്കിൽ V>0 നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കറണ്ട് ഇൻഫിനിറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് സെക്കൻഡ് സെഗ്മെന്റ്. ഓക്കെ, 2 സെഗ്മെന്റ് ആണ് ഇതിനുള്ളത്. ദിസ് ഇസ് ഫസ്റ്റ് സെഗ്മെന്റ് ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് സെഗ്മെന്റ്. ഇതാണ് ഐഡിയൽ ഡയോഡ് മോഡലിലുള്ളത്. ഇതിന്റെ റിലേഷൻ എന്താണ്, V>0 ആണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആയിരിക്കും. അതായത് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് നമുക്കിവിടെ ഡയോഡിനെ വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് നമുക്ക് എത്ര പറയാം, ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ റെസിസ്റ്റൻസ് 0 ആയിരിക്കും, R = 0. ഇവിടെ ആണെങ്കിൽ R ∞ അല്ലേ. ഇപ്പൊ ഐഡിയൽ ഡയോഡ് മോഡൽ ചോദിച്ചാൽ നമുക്ക് പറയണം എന്താണ് പറയേണ്ടത്, ഈ പറഞ്ഞ 0 വോൾട്ട് വരെ എൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാം. ആഫ്റ്റർ 0 അല്ലെങ്കിൽ 0ക്ക് തൊട്ട് മുകളിലാണ് വോൾട്ടേജ് വരുന്നതെങ്കിൽ >0 കേസിൽ നമ്മൾ എന്ത് പറയും, ഈ റെസിസ്റ്റൻസ് അവിടെ 0 ആയിട്ട് മാറും, അല്ലെങ്കിൽ കറണ്ട് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു മോഡലിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഡയോഡ് എവിടെയെങ്കിലും എടുപ്പുണ്ട്, ഡയോഡ് അക്രോസ് 0 വോൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഷോർട്ട് ആയിട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്നു. നിങ്ങൾക്ക് അവിടെ ഇക്വേഷൻ അല്ലെങ്കിൽ സർക്യൂട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് മോഡൽ, ഐഡിയൽ മോഡൽ. ഒരു ഐഡിയൽ എന്ന കേസ് കിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഷോർട്ട് ഓർ ഓപ്പൺ എന്ന് വിചാരിച്ചു. ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഷോർട്ട് ഓർ ഓപ്പൺ, അങ്ങനെ മാത്രമേ വരത്തുള്ളൂ. സെക്കൻഡ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിന് പറയുന്ന പേരാണ് വോൾട്ടേജ് ഡ്രോപ്പ്, വോൾട്ടേജ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ്. ഓക്കെ, അതോട് ചേർക്കണം, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡൽ എന്ന് പറയുന്നത്. സെക്കൻഡ് മോഡൽ ഈസ് നോൺ ആസ് വാട്ട്, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡൽ. അതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത്. മിക്കവാറും നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ. അതിൻ്റെ അർത്ഥം എന്തുവാണ്, ഒരു പ്രാക്ടിക്കൽ ഡയോഡായിട്ട് പറയുകയാണെങ്കിൽ സിലിക്കൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 0.7 വോൾട്ടാണ് അതിൻ്റെ കട്ടിംഗ് എന്ന് പറയുന്നത് അല്ലേ. ജർമ്മനി ആണെങ്കിൽ 0.2 അല്ലെങ്കിൽ 0.3, 0.2 or 0.3 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ആ കട്ടിൻ വോൾട്ടിനെ ഞാൻ V∠ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, V∠.
ഇപ്പം ഇങ്ങനെ വോൾട്ടേജ് ലെസ് ദാൻ ഈ പറയുന്ന കട്ടിൻ വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ പറയും കറണ്ട് എന്ന് പറയുന്നത് 0 എന്ന് പറയും. ലൈക്ക് ദിസ് നമ്മളെ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്നു മാത്രം. ഈ കട്ടിൻ വോൾട്ടേജ് വരെ ഇതിൻ്റെ കർവ് ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് സെഗ്മെന്റ് ഇതാണ്, ഈ -ഇൻഫിനിറ്റി ടു ഇവിടെ വരെ വരും. സെക്കൻഡ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വെൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ കട്ടിൻ വോൾട്ടേജ്. ആ കേസിൽ നമ്മൾ പറയും ഐ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയും. വളരെ ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പുറത്തോട്ടൊന്നും വേറെ സ്ലോപ്പ് ഒന്നുമില്ല. ഓക്കെ, ഇൻഫിനിറ്റി ആയിട്ട് പോകുന്നു. ഇതാണ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി ഇതിന് സിലിക്കനാണ് നമ്മൾ 0.7 എടുക്കുന്നത്. അപ്പം നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന മിക്ക കേസിൽ നമ്മൾ ഇതാ റീപ്ലേസ് ചെയ്യാറ്. നമ്മൾ റെക്ടിഫയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ സർക്യൂട്ട് സോൾവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സാധാരണ സർക്യൂട്ട് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? 0.7 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡൽ എന്ന് പറയും. സെക്കൻഡ് മോഡലായി. തേർഡ് മോഡൽ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചോദിച്ച മോഡലാണ്. അത് അതിന് പറയുന്നതാണ് പീസ് വൈസ് ലീനിയർ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചും കൂടെ ഡയോഡിന്റെ എന്ന് പറയുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ഡയോഡ് കുറച്ചും കൂടെ ചേർന്ന് നിൽക്കുന്ന മോഡലാണ് അല്ലേ നമ്മൾ പറയുന്നത്. കുറച്ചും കൂടെ എന്ന് പറയും, പക്ഷെ നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് സർക്യൂട്ട് ചെയ്യുമ്പോൾ അഡീഷണൽ റെസിസ്റ്റൻസും കൂടി ഇന്ന് ചേർന്ന് വരും. അതാണ് എൻ്റെ കുഴപ്പം. ഈ മോഡൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണുന്നത് ഇതിന്റെ കർവ് ഞാൻ ആദ്യം വരച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ദിസ്. സംഭവം കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡൽ എന്ന് വരും. അപ് ടു വി ഗാമ സംഭവം ശരിയാണ്. റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ആർ ഈസ് ഇൻഫിനിറ്റി, അതിന് മാറ്റമൊന്നുമില്ല. ബട്ട് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഡയോഡിന്റെ കർവുമായിട്ടൊരു ലീനിയർ ലൈനായിട്ട് തന്നെ അപ്രോക്സിമേറ്റ് ചെയ്യും. നമുക്കറിയാം ഇതിന്റെ ക്യാര ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. നമ്മൾ ഫോർവേഡ് ക്യാര നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ ഒരു 2 ലീനിയർ സെഗ്മെന്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്യുന്നു. 2 ലീനിയർ ആക്കി മാറ്റി. ഇതാണ് 2 സെഗ്മെന്റ്. ഇതിനൊരു സ്ലോപ്പ് എന്നിവ ഉണ്ടാവും, ഒരു സ്ലോപ്പ് ഉണ്ടാവും. ദാറ്റ് സ്ലോപ്പ് ഈസ് വാട്ട്? ഇത് ഐ ആണല്ലോ, ഇത് വി ആണ്. സോ ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ വി ആണ്. നമുക്കൊരു റെസിസ്റ്റൻസ് എന്നാണ് എഴുതാം, ആർ ഡി. ഓക്കെ, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ഐ എടുത്തതിന് കിട്ടുന്നതാണ് ആർ ഡി. അല്ലെങ്കിൽ 1 ബൈ സ്ലോപ്പ് എടുക്കണം കേട്ടോ. സ്ലോപ്പ് അല്ല, സ്ലോപ്പ് ഈസ് ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ വി ആണ്. ദാറ്റ് ഈസ് 1 ബൈ ദാറ്റ് സ്ലോപ്പ്. 1 ബൈ ദാറ്റ് സ്ലോപ്പിന് നമുക്ക് എന്ത് പറയാം? ദാറ്റ് റെസിസ്റ്റൻസ് നമുക്ക് വിളിക്കാം, ഡൈനാമിക് റെസിസ്റ്റൻസ് എന്നൊക്കെ വേണമെങ്കിൽ കോൾ ചെയ്യാം. ഓക്കെ, ഇതിന് പറയുന്നതാണ് പീസ് വൈസ് ലീനിയർ മോഡൽ എന്ന് പറയുന്നത്. ഇത് 3 ടൈപ്പ് മോഡലുണ്ട്. ഈ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരുന്നത്? ഡയോഡിന്റെ പീസ് വൈസ് ലീനിയർ മോഡലാണ്. നമുക്ക് എല്ലാ ബയാസും നമുക്ക് ലോ എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് തെറ്റാണ്. ഹൈ ബൈ അതെന്ന് പറയാൻ അതും തെറ്റാണ്. ഇത് നോക്കിക്കേ, ലോ ഫോർ ബയാസസ് ഗ്രേറ്റർ ദാൻ വി ഗാമ. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഇതാണ് ആ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം റെസിസ്റ്റൻസ് ഷോർട്ട് അല്ലെങ്കിൽ ആർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് 0 അല്ല, ഷാർപ്പായിട്ട് കുറച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് അല്ലേ. കുറച്ച് പക്ഷെ വളരെ കുറവാണ്. ഈ സ്ലോപ്പ് വളരെ ചെറുതാണ്. ഇത് ഇങ്ങനെ ആയി വന്നിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു റെസിസ്റ്റൻസ് 0 ആയിരുന്നു എന്നുള്ളത്. നമുക്ക് പറയാം ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലോ ആണ്. ഓക്കെ, ഹൈ അല്ല, ലോ ആണ് ഫോർ ബയാസസ് ഗ്രേറ്റർ ദാൻ വി ഗാമ. നമ്മുടെ കട്ടിൻ വോൾട്ടേജിൽ കൂടുതലാണെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ദെൻ ഹൈ ഫോർ ബയാസസ് ലെസ് ദാൻ വി ഗാമ. നമുക്ക് ഓൾറെഡി പറഞ്ഞു ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ വി ബൈ ഐ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് പോയി. സോ ഇവിടെ റെസിസ്റ്റൻസ് ഈ പാത്തിൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ്, ഓപ്പൺ എന്ന് തന്നെ പറയാം, ഓപ്പൺ സർക്യൂട്ട്. സോ ഇതിന്റെ ആൻസർ എന്തുവാണ്? ഫോർ പീസ് വൈസ് ലീനിയർ ഡയോഡ് മോഡലിൽ എന്താണ്? ലോ ഫോർ ബയാസസ് ഗ്രേറ്റർ ദാൻ വി ഗാമ എന്നുള്ളതും ആൻഡ് ഹൈ ഫോർ ബയാസസ് ലെസ് ദാൻ വി ഗാമ എന്നുള്ളതാണ്. ഈ ക്വസ്റ്റിന്റെ ഇത്രേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ആൻസറിനേക്കാൾ മുകളിലായിട്ട് നോക്കേണ്ടത് 3 മോഡൽ ഉണ്ടെന്നും ഈ 3 മോഡലിൽ റെസിസ്റ്റൻസ് എങ്ങനെ വേരി ചെയ്യുന്നുള്ളതാണ് അറിയേണ്ടത്. ഓക്കെ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡൽ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റിയതിന് ഫോർ ബയാസസ് ഗ്രേറ്റർ ദാൻ വി ഗാമ ദ റെസിസ്റ്റൻസ് ഈസ് 0 എന്ന് തന്നെ പറയണം. ലോ അല്ല, ഇവിടെ 0 എന്ന് തന്നെയാണ് പറയേണ്ടത്. ഹൈ ആണെങ്കിൽ ഫോർ ബയാസസ് ലെസ് ദാൻ വി ഗാമ റെസിസ്റ്റൻസസ് ഹൈ എന്ന് പറയാം. ഓക്കെ, ഈ രീതിയിലായിരിക്കും ചെറിയ ചേഞ്ചസ് ഒന്നുമില്ലാതെ ചോദിക്കുകയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 മോഡൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഐഡിയൽ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് പീസ് വൈസ് ലീനിയർ മോഡൽ. ഇതിൽ നമുക്ക് കിട്ടുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കറിയാം, അല്ലെങ്കിൽ ഒറിജിനൽ ഡയോഡ് ക്യാരിയറിന് കിട്ടുന്ന വേറെ പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ക്യൂ പോയിന്റ് ഒക്കെ ഫിക്സ് ചെയ്യാറുണ്ട്. നമ്മളിവിടെ ടാൻജന്റ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് അതിനൊരു സ്ലോപ്പ് കണ്ടുപിടിക്കാം. അതിന് പറയുന്നതാണത് അല്ലെ, ക്യൂ പോയിന്റിൽ കിട്ടുന്ന സ്ലോപ്പ് ഉണ്ട്. അതിന് പറഞ്ഞാൽ ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയാം. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ വി ബൈ ഐ എടുത്താൽ കിട്ടുന്നത് ഇതാണ്, വി ബൈ ഈ ഒരു പോയിന്റ് ഫിക്സ് ചെയ്യുന്ന പോയിന്റ് ആണ്. എന്താണ് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്? ക്യൂസിൻ പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്?
ഡയോഡിൽ കൂടെ നമ്മളിപ്പോൾ അറിയാം, നമ്മളങ്ങനെ ഇൻഫിനിറ്റ് കറണ്ട് ഒന്നും ഡയോഡ് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കാറില്ല. നമ്മൾ ഡയോഡിൽ കറണ്ട് ലിമിറ്റ് ചെയ്യാറുണ്ട്. നോക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഫോർവേഡ് ക്യാരിയിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ അതിൻ്റെ കറണ്ട് ഫിക്സ് ചെയ്യുന്നു. യൂസിങ് സം റെസിസ്റ്റൻസ് ഒക്കെ സർക്യൂട്ടിലിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ കറണ്ട് പോകാൻ സമ്മതിക്കാറില്ല. ബിക്കോസ് ആഫ്റ്റർ നമുക്കിങ്ങനെ പോകുന്നതിൽ പോകത്തില്ല, കുറച്ച് കഴിയുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആയി പോകും. ദെയർഫോർ നമ്മൾ ഫോർവേഡ് പാത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതിന്റെ കറണ്ട് ഫിക്സ് ചെയ്യണം. ആ പോയിന്റ് പറയുന്നതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്വൈസന്റ് പോയിന്റ്, ക്യൂ പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അവിടുത്തെ സ്ലോപ്പ് എടുത്താൽ കിട്ടുന്ന, അവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുന്നു നിങ്ങൾ, അവിടുത്തെ സ്ലോപ്പ് ഒക്കെ കിട്ടുന്നതാണ് നമ്മൾ എന്താ പറയാം, എ സി റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയാം. ആ പോയിന്റിൽ നമ്മൾ താഴോട്ട് ലൈൻ വരയ്ക്കുന്നു, ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുമ്പോൾ കിട്ടുന്ന V/I എടുത്താൽ കിട്ടുന്നതാണെന്ത്, സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാൻ. രണ്ട് റെസിസ്റ്റൻസ് തന്നെ ഉണ്ട്, ഒന്ന് സ്റ്റാറ്റിക് ആണ്, മറ്റത് ഡൈനാമിക് ആണ്. സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ കാണാം ഒരു 22 അല്ലെങ്കിൽ 10 to 100 ഓംസ് വരെയൊക്കെ അത് വേരി ചെയ്യും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിൽക്കും ഫോർ സിലിക്കൺ, അതാണ് വരുന്നത്. യൂഷ്വലി നമ്മൾ നോക്കിയാൽ കാണുന്നത് ഡൈനാമിക് റെസിസ്റ്റൻസ് കുറച്ചുകൂടെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡൈനാമിക് റെസിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ പറയാം, യൂഷ്വലി അല്ലെങ്കിൽ നമുക്ക് പറയുവാണെങ്കിൽ, ഒരു ഐഡിയലി പറയുകയാണെങ്കിൽ ടിപ്പിക്കലി ഡൈനാമിക് റെസിസ്റ്റൻസ് RD, ഓക്കെ, ഡൈനാമിക് റെസിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് ആണ് വരിക. ഓക്കെ, സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ചുമ്മാ ചോദിക്കാറുണ്ട് ഏതാണ് ഗ്രേറ്റർ വാല്യൂ, സ്റ്റാറ്റിക് ആണ് ഡൈനാമിക് ആണ്. സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണ് കുറച്ചും കൂടെ കൂടിയ വാല്യൂ. ഓക്കെ, വി ക്യാൻ മൂവ് ടു ദ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, ഈ ക്വസ്റ്റിനായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡയോഡിന്റെ മോഡൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇനി ഡൗട്ട്? ഓക്കെ, ഫൈൻ, എല്ലാവർക്കും മനസ്സിലായെന്ന് അസ്യൂം ചെയ്തിട്ട് can move to next question. Again, ഇതൊരു കേരള PSC തന്നെ ക്വസ്റ്റ്യൻ്റെ ചോയ്സാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിയാമായിരിക്കും മേ ബി. With a capacitor field connected across the output, the ripple in a half-wave rectifier is dash the ripple in the full-wave rectifier. നമ്മളൊരു റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്തു. ഒരെണ്ണം ഹാഫ് വേവ് ആണ്, ഒരെണ്ണം ഫുൾ വേവ് ആണ്. അപ്പം നമുക്ക് അതിൻ്റെ വേവ് ഫോം ഒക്കെ നമുക്കറിയാം. ഹാഫ് വേവ് ആണെങ്കിൽ ഹാഫ് സൈക്കിളിൽ മാത്രമേ വരത്തുള്ളൂ, ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ വേവ് ആണെങ്കിൽ രണ്ട് ഹാഫ് സൈക്കിളും കണ്ടക്ട് ചെയ്യും. ഇനി നമ്മൾ കപ്പാസിറ്റർ, ഇത് സാധാരണ റെക്ടിഫയർ വിത്തൗട്ട് കപ്പാസിറ്ററിൻ്റെ ഒരു ഔട്ട്പുട്ട് വേവ് ഫോം ഞാൻ വരച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, വിത്ത് കപ്പാസിറ്റർ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ദർ ഈസ് റിപ്പിൾസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് കപ്പാസിറ്റർ ഫിൽറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യാന്ന് പറയാം. ഔട്ട്പുട്ടിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് ഉണ്ട്, ലൈക്ക് C ഫിൽറ്റർ ഉണ്ട്, അല്ലെങ്കിൽ L ഫിൽറ്റർ ഉണ്ട്, അല്ല ഇൻഡക്ടർ ഉണ്ട്, LC ഫിൽറ്റർ ഉണ്ട്, CLC ഫിൽറ്റർ ഉണ്ട്, അല്ലെങ്കിൽ CRC ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഓരോ ഫിൽറ്ററിന് അതിൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ട്, ചില പ്രശ്നങ്ങളും ഉണ്ട്. ഓക്കെ, സോ ഇവർ ചോദിച്ചത് കപ്പാസിറ്റർ ഫിൽറ്റർ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഇതിന് റിപ്പിൾ ഫാക്ടർ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് പറഞ്ഞാൽ എന്ത് മാറ്റാണ്, ഗ്രേറ്റർ ആണോ, ഈക്വൽ ആണോ, ലെസ് ആണോ, ഈക്വൽ ടു ഹാഫ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ബി ആണോ? ലെസ് ദാൻ എന്നാണ് പറഞ്ഞത് അല്ലേ? ബി എന്നല്ല പറഞ്ഞത്, ഓപ്ഷൻ ഗ്രേറ്റർ ദാൻ. ഓക്കെ, നോക്കിയാണ് നമുക്കറിയാം ഇവിടെ കപ്പാസിറ്റർ ആണ് നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം കപ്പാസിറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് മെത്തേഡ്, എന്തുവാണ്, ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ആണ്. സോ ഒരു ഹാഫ് സൈക്കിൾ അതൊക്കെ ചാർജ് ചെയ്യും, മാക്സിമം ബേക്ക് ചാർജ് ചെയ്തു, പിന്നെ നമുക്ക് ഇൻപുട്ട് വരുന്നില്ല, അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം ഒരു T/2 സെക്കൻഡ് ഡിസ്ചാർജ് ചെയ്യാനുള്ള സമയമുണ്ട്, അത് പതുക്കെ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് ഇൻപുട്ട് വരുന്നതുകൊണ്ട് പിന്നെ അത് ചാർജ് ചെയ്യും, പിന്നെ അത് ഡിസ്ചാർജ് ചെയ്യും. ഇതായിരിക്കും പോയി അതായിരിക്കും ഇവിടെ നടക്കുന്നത്. ഓക്കെ, ചാർജിങ് ഡിസ്ചാർജിങ് ഒക്കെ കാണും. നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ എടുത്ത് നോക്കുവാണെങ്കിൽ രണ്ട് ഹാഫ് സൈക്കിളിൽ എന്തായാലും ഇതുണ്ട്. സോ നമ്മൾ ആദ്യം ചാർജ് ചെയ്ത് ഇവിടെ എത്തി, ഡിസ്ചാർജ് ചെയ്യാൻ അധികം സമയമില്ല, ബിക്കോസ് ഈ സൈക്കിളിൽ നമുക്ക് എന്തുണ്ട്, ഇൻപുട്ട് പെട്ടെന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും താഴോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ചാർജിങ് നടക്കും അല്ലേ. ഹാഫ് സൈക്കിളിൽ ഈ T/2 സെക്കൻഡ് ട്രാവൽ ചെയ്യുമ്പോഴാണ് അടുത്ത പീക്ക് വരത്തുള്ളൂ, അപ്പോഴാണ് അടുത്ത ചാർജ് ചെയ്യാൻ പുള്ളിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് പുള്ളി ഈ ഹാഫ് വേവ് റെക്ടിഫയർ നോക്കി കഴിഞ്ഞാൽ കുറെ താഴോട്ട് പോകും, അതിനുശേഷമായിരിക്കും ഇൻക്രീസ് ചെയ്തിട്ട് താഴോട്ട് വരുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഹാഫ് സൈക്കിളിൽ നമുക്ക് എന്തുണ്ട്, സിഗ്നൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അധികം താഴോട്ട് പോകത്തില്ല, ഡ്രോപ്പ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു അടുത്ത സിഗ്നൽ വരുന്നതുകൊണ്ട് തന്നെ വീണ്ടും ചാർജ് ആകും. അതായത് കപ്പാസിറ്റർ മാക്സിമം എത്ര ചാർജ് ചെയ്യുന്നുണ്ടോ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് എന്തായാലും വരുന്നുണ്ടാവും ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ
ഹാഫ് വേവ് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഉള്ളതുകൊണ്ട് തന്നെ 10 വോൾട്ട് ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു 8 വോൾട്ടിലോട്ടൊക്കെ താഴോട്ട് പോയേക്കാം. 10നും 8നും ഇടയ്ക്കായിരിക്കും നമ്മുടെ റിപ്പിൾ വേരി ചെയ്യുന്നത്. അതാണ് റിപ്പിൾ എന്ന് പറയുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലേ. റിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ പീക്ക് ടു പീക്ക് റിപ്പിളിൽ എത്ര വരുന്നുണ്ടെന്ന് നോക്കിയിട്ടാണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയേണ്ടത്. റിപ്പിൾ എന്ന് പറയുന്നത് റിപ്പിൾ ഫാക്ടർ ഒക്കെ അത് റിലേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ നോക്കുവാണെങ്കിൽ 10 വോൾട്ട് ആയിരുന്നു പീക്കെങ്കിൽ ഒരു 9.5 ആകുമ്പോൾ തന്നെ അടുത്ത ഹാഫ് സൈക്കിളിലെ സംഭവം വന്നു കഴിഞ്ഞു. ദെയർഫോർ അത് 9.5 താഴെ പോകാനുള്ള സമയമില്ല. പിന്നെ 10 പോകുന്നു, പിന്നെ 9.5 പോകുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടുത്തെ ഔട്ട്പുട്ട് റിപ്പിൾ വളരെ കുറവായിരിക്കും. ഓക്കെ, ബിക്കോസ് സഡൻ ആയിട്ട് തന്നെ പിന്നെ ഇൻപുട്ടുകൾ വന്നുകൊണ്ടില്ലെങ്കിൽ അതിന്റെ ഹാഫ് സൈക്കിൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ കാണാം ഹാഫ് വേവ് റെക്ടിഫയറിനേക്കാളും റിപ്പിൾ എവിടെ കുറവായിരിക്കും, ഫുൾ വേവ് കുറവായിരിക്കും. ഇതിന് ആൻസർ എന്തുവാണ് ചോദിച്ചത് ഇങ്ങനെയാണ്, റിപ്പിൾ ഇൻ ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പൊ എന്താണ് റിപ്പിൾ ഇൻ ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് ഗ്രേറ്റർ ദാൻ റിപ്പിൾ ഇൻ ഫുൾ വേവ് റെക്ടിഫയർ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ബ്രിഡ്ജ് റെക്ടിഫയർ അല്ലെങ്കിൽ ഒരു സെന്റർ ടാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എന്താ പറയാം, രണ്ടിനും സെയിം ആണ്, ഈക്വൽ ടു എന്നായിരുന്നു വരേണ്ടത്. ബിക്കോസ് സെന്റർ ടാപ്പ് റെക്ടിഫയറിൽ നമുക്ക് ഔട്ട്പുട്ട് പറയുന്ന പോലെ തന്നെ 2 ഹാഫ് സൈക്കിളും വരുന്നുണ്ട്. നമുക്ക് ആ ട്രിപ്പിൾ ഫാക്ട് നോക്കുകയാണെങ്കിൽ സെയിം ആയിട്ട് തന്നെ വരും. പക്ഷെ ഇത് ഹാഫ് വേവ് ഫുൾ വേവ് ആണ്, അതുകൊണ്ട് തന്നെ ഫുൾ വേവിന് റിപ്പിൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ദാൻ ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ, റിപ്പിൾസ് കുറവായിരിക്കും. ഫിൽറ്ററോട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഫിൽറ്റർ ഇല്ലാതെ കുറവാണ്, ഫിൽറ്റർ വെച്ചാൽ പിന്നെയും കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഫൈൻ. സോ വി ക്യാൻ മൂവ് ടു ദി സിമ്പിൾ ആണ്, അതുകൊണ്ട് ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടെന്ന് തോന്നുന്നു. ഇത് സെമി കണ്ടക്ടർ ഡയോഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെമി കണ്ടക്ടറായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡയോഡല്ല, സെമി കണ്ടക്ടറായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ, എ സെമി കണ്ടക്ടർ ഹാസ് എ ഇലക്ട്രോൺ ഡെൻസിറ്റി n ആൻഡ് ദ മൊബിലിറ്റി തന്നിട്ടുണ്ട് μn. ഇലക്ട്രോൺ മൊബിലിറ്റിയാണ് μn എന്ന് പറയുന്നത്. When an electric field is applied across it, electron will move with a drift velocity v in the direction of the applied electric field. Then the current density in semiconductor is given by Q into N into V. N into V option B ആണ്. പിന്നെ Q into mu n into N. Then the option D is Q into mu n into N into V. ഇതിനെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുമോ? This is related to current density ആണ് വേണ്ടത്. ഓക്കെ, വലിയ ഡിഫിക്കൽട്ട് ഉള്ള ക്വസ്റ്റ്യൻ അല്ല, ബട്ട് ഇത് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ആൻസർ ഓപ്ഷൻ സി അല്ല, നിങ്ങൾ ടിക്ക് കണ്ടോണ്ടാന്ന് വിചാരിക്കരുത്. ഫസ്റ്റ് ഹിന്റ് എന്തോ ആണ്, ആൻസർ ഈസ് ഓപ്ഷൻ സി അല്ല. ഓക്കെ, ആൻസർ ഈസ് നോട്ട് ഓപ്ഷൻ. ഓപ്ഷൻ ഡി Q mu n into V into അല്ല Q into mu n into N into V. ഓക്കെ, നമുക്ക് ഇതാണ് ചെക്ക് ചെയ്യണം. എനി അതർ ആൻസേഴ്സ് അതർ ദാൻ ദിസ്? ഓക്കെ, നമുക്ക് ചാറ്റിലാണ് ഇട്ടാലും മതി, ചാറ്റ് നോക്കണം. ഒരാൾ പറഞ്ഞത് Q into mu n into N into V. ഓക്കെ, ആൻസർ ആയിട്ട് പറഞ്ഞ ഒരു ആൻസർ പറഞ്ഞുള്ളൂ, ഒരു ആൻസർ പറഞ്ഞില്ല. ഓക്കെ, ഓക്കെ, നമുക്ക് അപ്പോൾ നോക്കാം ഈ ക്വസ്റ്റ്യൻ എന്നാ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് നോക്കാം. അപ്പം നിങ്ങൾ ആദ്യം ഓർക്കുക, ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് കറണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തൊക്കെയാണത്? മെയിനായിട്ടുള്ള 2 ടൈപ്പാണ്. ഒന്നെന്ന് പറയുന്നത് ഡിഫ്യൂഷൻ. ഓക്കെ, ഡിഫ്യൂഷൻ കറണ്ട്. കറണ്ടും കറണ്ട് ഡെൻസിറ്റി നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കും അല്ലേ. കറണ്ട് ഡെൻസിറ്റിയും ഇവിടെ കറണ്ട് ഡെൻസിറ്റി ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്നത് കറണ്ട് ബൈ ഏരിയ എടുത്താൽ മതി. ഓക്കെ, ഇതാണ് കറണ്ട് ഡെൻസിറ്റി എന്ന റിലേഷൻ. നമുക്ക് കറണ്ട് അറിഞ്ഞാലും മതി, നമുക്ക് കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. സെക്കൻഡ് കറണ്ട് വാട്ട് ഈസ് നോൺ ആസ് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയും. ഡ്രിഫ്റ്റ് എന്ന് പറയും, ഡ്രിഫ്റ്റ് കറണ്ട്.
സോ 2 ടൈപ്പ് ഓഫ് കറണ്ട് ആണ്. ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയും. സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് വാട്ട് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയും. ഇത് നമ്മൾ ഡിഫറൻസ് എന്തുവാണ്? ഇപ്പം ഞാൻ സെമിക്കണ്ടക്ടർ മെറ്റീരിയൽ എടുത്തു. സോ ഇവിടെ കുറെ ഇലക്ട്രോൺസ് ഹോൾസ് എന്തെങ്കിലും ആയിക്കോ, 2 ടൈപ്പ് ഉണ്ട്. ഹോൾസിനും ഇലക്ട്രോൺസിനൊക്കെ ബാധകമാണ് കേട്ടോ. ഞാൻ പറയാൻ പോകുന്ന ഇലക്ട്രോൺ ഡിഫ്യൂഷൻ കറണ്ടിനെ പറ്റി പറയാം. ഇവിടെ കുറെ ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, ഇവിടെ കൂടെ നമുക്ക് കുറച്ച് കുറവായിരുന്നു. നമ്മൾ ഈ മെറ്റീരിയൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ഇവിടുത്തെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ഹൈ കോൺസെൻട്രേഷൻ ഏരിയയിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ ഏരിയയിലോട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ഇത് ഹോൾസ് ആണെങ്കിൽ ഇത് ബാധകമാണ്. ഇവിടെ ഹോൾസ് ആണെങ്കിലും ഇറ്റ് വിൽ മൂവ് ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ഏരിയ ടു ലോവർ കോൺസെൻട്രേഷൻ ഏരിയയിലോട്ട് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. അതിന് നമ്മൾ പറയുന്നതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇറ്റ് വിൽ മൂവ് ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ഏരിയ ടു ദി ലോവർ കോൺസെൻട്രേഷൻ ഏരിയ. അതിന് നമ്മൾ എന്താ പറയുന്നത്? ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയും. ഇത് ഹോൾസിനും ഉണ്ട് ഇലക്ട്രോൺസിനും ഉണ്ട്. ഒന്ന് ഈസ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കറണ്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന, മറ്റൊന്നെന്തുമാണ്? ഹോൾ കോൺസെൻട്രേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇതിന്റെ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ, ഡിഫ്യൂഷൻ കറണ്ട് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി അല്ലെങ്കിൽ കറണ്ട് ഡെൻസിറ്റി നോക്കുവാണെങ്കിൽ ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു ആട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് എന്തുവാണ്? ഈ വേരിയേഷൻ ആണ് എക്സ് എന്ന് പറയുന്നത്. മെറ്റീരിയലിന്റെ ലെങ്ത് എന്ന് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ അതിന്റെ സൈസ് ഇത്രയുണ്ടെന്നുള്ളത്. ഓക്കെ, ഇങ്ങോട്ട് പോകുന്ന ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി കാണിക്കാനാണ് നമ്മൾ എന്ത് dN/dx എഴുതേക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ, നമുക്ക് കൊടുക്കാൻ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് കറണ്ട് ഡെൻസിറ്റി നമുക്കിവിടെ വേണ്ടത് ഓക്കെ എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു dN ഇൻറ്റു dN/dx എന്ന് എഴുതാം. ഓക്കെ, Q ഈസ് എന്തുവാണ്? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. നമ്മൾ ഈ എന്നൊക്കെ പറയുക 11.6 × 10⁻⁹. ഓക്കെ, dN എന്ന് പറയുന്നത് എന്തുവാണ്? ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, dN ഈസ് വാട്ട്? ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് ആണ്. ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ യൂണിറ്റ് ഏരിയ എടുത്തു. ഓക്കെ, യൂണിറ്റ് ഏരിയ എടുത്തു. ഇതിലെ കൂടെ പോകുന്ന യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ഓഫ് ഹോൾസ് ഉണ്ട്. രണ്ടിനും പറയാം. ഹോൾസ് എന്ന് പറയുമ്പോൾ DP എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇലക്ട്രോൺസ് നമ്മൾ DN എന്ന് പറയുന്നത് ഉള്ളൂ. ഓക്കെ, ആക്ച്വലി എന്താണ് ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ്? ഡെഫിനിഷൻ എന്തുവാണ്? ദ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ഓർ ഹോൾസ്, ഞാൻ രണ്ടും കൂടി ചേർത്ത് പറയുകയാണ്. ഹോൾസ്, എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ഓർ ഹോൾസ് pass through a unit area. ഓക്കെ, കുറച്ച് ഏരിയ എടുത്തു. നമ്മുടെ യൂണിറ്റ് ഏരിയ ആണ് ഇത്ര ഏരിയ. ഇൻ 1 സെക്കൻഡ് അല്ലെങ്കിൽ പെർ സെക്കൻഡിൽ പോകുന്ന ഇലക്ട്രോൺസ് ഹോൾസിന്റെ എമൗണ്ടിനെ കാണിക്കാൻ നമ്മൾ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എത്ര എണ്ണം ഉണ്ട് ഒരു യൂണിറ്റ് ഏരിയ നമ്മൾ എടുത്തിട്ട് അതിൽ കൂടെ ഒരു സെക്കൻഡ് എത്ര ഇലക്ട്രോൺസ് പാസ് ചെയ്ത് പോകുന്നത് കാണിക്കുന്ന ഒരു പാരാമീറ്റർ നമ്മൾ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിത് ഇതിനോട് പ്ലസ് എന്ന് ഇടുന്നതിന് കാരണം എന്തുമായിരിക്കും? ആക്ച്വലി ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ, ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടു ദിസ് ഇലക്ട്രോൺ ആണ്, ശരിക്കും ഇങ്ങോട്ടാണ് വരേണ്ടത്. ശരിക്കും നെഗറ്റീവ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് നോക്കിയാൽ കാണാം dN/dx നോക്കിയാൽ കാണാം. dN/dx എന്തുവാണ്? കോൺസെൻട്രേഷൻ AD എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ x=0 നമുക്ക് 10⁻17 പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു വിചാരിച്ചു. ഇലക്ട്രോൺസ് ഉണ്ട്, അത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് പോകുമ്പോൾ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. സോ ഇവിടെ 10⁻15 ഉള്ളെന്ന് വിചാരിച്ചു. നിങ്ങൾ ഡിഫറൻസ് നോക്കുവാണെങ്കിൽ dN/dx നോക്കുവാണെങ്കിൽ അപ്പം ഇത് x=0 എന്ന് പറയുന്ന പോയിന്റിലും ഇത് x=5 സെന്റിമീറ്റർ എന്ന് പറയുന്ന പോയിന്റിലും വിചാരിച്ചു. ഇപ്പം 10⁻17 അല്ലെങ്കിൽ dN/dx നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം. നമ്മളിങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 10⁻15 - 10⁻17 ഡിവൈഡ് ബൈ 5 - 0. അപ്പോൾ ആ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആണല്ലേ, കാരണം ഇവിടെ കുറവ് ഇവിടെ കൂടുതലുമാണ്. അപ്പോൾ dN/dx ആക്ച്വലി നെഗറ്റീവ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ദിസ് ക്വാണ്ടിറ്റി ശരിക്കും നെഗറ്റീവാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാരാമീറ്റർ നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇടേണ്ട കാര്യമില്ല. ബിക്കോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന ഈ കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ഡെൻസിറ്റി, ഈ കറണ്ട് ആണെങ്കിൽ തന്നെ ആയിക്കോട്ടെ, ആ നെഗറ്റീവ് ആണ് കിട്ടാൻ പോകുന്നത്. ആ നെഗറ്റീവ് ഓൾറെഡി ഈ dN/dx വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഹോൾ നോക്കുവാണെങ്കിൽ ഹോൾ എന്ന് പറഞ്ഞാൽ ഹോളിന്റെ മൂവ്മെന്റ് തന്നെയാണ് കറണ്ടിന്റെ മൂവ്മെന്റ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഹോളിൽ എഴുതുവാണെങ്കിൽ ഡിഫ്യൂഷൻ കറണ്ട് എഴുതുവാണെങ്കിൽ മൈനസ് ഇടാറുണ്ട്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ -dP × dP/dx എന്നായിരിക്കും കാണുന്നത്. ഒരു മൈനസ് ഉണ്ട്. എൻ്റെ അർത്ഥം എന്തുവാണ്? dP/dx ഓൾറെഡി നെഗറ്റീവ് ആണ്.
ഓൾ ഡയറക്ഷൻ തന്നെയാണ് നമ്മുടെ സാധാരണ എക്സ് ഡയറക്ഷൻ തന്നെ. അതുകൊണ്ട് തന്നെ ഈ മൈനസിൽ കട്ടായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് വരണം. സോ ദാറ്റ് നമുക്ക് ആ കറണ്ട് പോസിറ്റീവ് എന്ന് കാണിക്കാൻ പറ്റണം. ഇതാണ് നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത് ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഇത് ചോദിക്കാറുള്ളതാണ്, ഡിഫ്യൂഷൻ കറണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡാഷ് എന്ന് പറയേണ്ട കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് നമുക്കുള്ള കറണ്ട് എന്തുവാണ്? ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയും. ഡ്രിഫ്റ്റ് കറണ്ട്. ഓക്കെ, ഇത് നമ്മൾ എന്തുവാണ്? നമ്മളൊരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ആർ അപ്ലൈങ് സം ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ സം വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിലാണ് ഇത് മൂവ് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ജസ്റ്റ് കോൺസെൻട്രേഷൻ കൊണ്ട് മാത്രമല്ല ഇത് മൂവ് ചെയ്യുന്നത്. വി ആർ അപ്ലൈങ് സം വോൾട്ടേജ് ഓർ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്? ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നത്. ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. കുറച്ച് നമ്മളൊന്നും ചെയ്തില്ല, വെറുതെ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് പോകുമായിരുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്? സം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ആ ഫീൽഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ കറണ്ട് മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനോട് എന്ത് പറയുന്നത്? ഡ്രിഫ്റ്റ് കറണ്ട്, അല്ലെങ്കിൽ ആ കറണ്ട് ഡെൻസിറ്റിക്ക് എന്ത് വിളിക്കാം? ജെ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കാം. ഡ്രിഫ്റ്റ്. ഓക്കെ, പിന്നെ ഇക്വേഷൻ ആർക്കെങ്കിലും അറിയാമോ? ഡ്രിഫ്റ്റ് കറണ്ടിന്റെ ഇക്വേഷൻ ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡ്രിഫ്റ്റ് കറണ്ടിന്റെ ഇക്വേഷൻ ഡ്രിഫ്റ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നോക്കുവാണെങ്കിൽ Q ഇൻറ്റു N ഇൻറ്റു ഓക്കെ ചാർജ് ഉണ്ട്, പിന്നെ കോൺസെൻട്രേഷൻ ഉണ്ട്, ദെൻ എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മൊബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. μn ഓക്കെ ഇൻറ്റു ഇ. ഓക്കെ, ഇതാണ് ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിൻ്റെ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഞാൻ. നിങ്ങൾ ഹോൾസിൻ്റെ ആക്കണമെങ്കിൽ അതിന് Q ഇൻറ്റു പി എന്നാക്കണം, µp എന്നാക്കണം, ഇൻറ്റു ഇ എന്നാക്കണം. സോ ദ ഡ്രിഫ്റ്റ് കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺ. ഓക്കെ, ആണ് എഴുതിയേക്കുന്നത് Q ഇൻറ്റു N ഇൻറ്റു μn എന്തുവാണ്? മൊബിലിറ്റിയാണ്, മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇ എന്തുവാണ്? നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ആണ്. N എന്തുവാണ്? കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. Q എന്തുവാണ്? ചാർജ് ആണ്, ഇലക്ട്രോണിക് ചാർജ് 1.5 വാല്യൂ ആണ്, നമുക്കറിയാം. ഇപ്പം നോക്കിക്കാണ്, ഇതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, വി ആർ അപ്ലൈങ് സം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, വി ആർ അപ്ലൈങ് സം ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടുന്ന കറണ്ട് എന്ത് തന്നെയാണ്? ആ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഡ്രിഫ്റ്റ് കറണ്ട് ആണ്, അല്ലെ? ഡ്രിഫ്റ്റ് കറണ്ട് ഡെൻസിറ്റിയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ ഇക്വേഷൻ നോക്കുമ്പോൾ കാണുന്ന എന്തുവാണ്? ഡ്രിഫ്റ്റ് കറണ്ട് ഇക്വേഷൻ നോക്കുമ്പോൾ കാണുന്ന ഇതാണ് Q ഇൻറ്റു N ഇൻറ്റു μn ഇൻറ്റു ഇ. ഇതിനകത്ത് നമുക്ക് ചോയ്സിലൊന്നും ആൻസർ ഒന്നും കാണുന്നില്ല. ദെയർ ഈസ് നോ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലേ ഉള്ളൂ. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ പറ്റി ഇവിടെ പറയുന്നില്ല. ഇനെ പറ്റി ഇപ്പം നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം? അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്കറിയാം. ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും മൊബിലിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. അതെന്തുവാണ്? ഈ μn എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തുവാണ്? ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ എന്താ വരുന്നതെന്നുള്ളത് Q ഇൻറ്റു N ഇൻറ്റു വി ബൈ ഇ ഇൻറ്റു ഇ. അപ്പോൾ ഇയും ഇയും കട്ടായി പോകും. സോ വാട്ട് യു ഗെറ്റ്? Q ഇൻറ്റു N ഇൻറ്റു വി. ഇത് ചോയ്സിലുണ്ടോ നോക്കിക്കേ. Q ഇൻറ്റു N ഇൻറ്റു വി. യെസ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, സോ ഡ്യൂ ടു ദിസ് ഡ്രിഫ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് Q ഇൻറ്റു N ഇൻറ്റു വി ആണ്. ഇഫ് യു എലിമിനേറ്റ് ഇലക്ട്രിക് ഫീൽഡ് ബൈ മൊബിലിറ്റിയുടെ ഇക്വേഷൻ റീപ്ലേസ് ചെയ്യാൻ കിട്ടുന്നത് Q ഇൻറ്റു N ഇൻറ്റു ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ. ഓക്കെ, സോ ദ ആൻസർ ടു ദി ക്വസ്റ്റ്യൻ ഈസ് വാട്ട്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് രണ്ട് കറണ്ടിനെ പറ്റി മനസ്സിലാകാൻ വിചാരിക്കുന്നത് ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ കറണ്ട്. ദാറ്റ് ഈസ് ഇൻ ദ മെറ്റീരിയൽ ഉള്ളതാണ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് again semiconductor റിലേറ്റ് ചെയ്യുന്നതാണ്. A particular semiconductor nucleus has 10⁻16 per centimeter cube donor atoms, 1.1 into 10⁻17 per centimeter cube acceptor atoms. If the intrinsic carrier density is 10⁻12 per centimeter cube, then the electron density in it will be. Question is related to some electron density ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന ഈ ടൈംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇൻട്രിൻസിക് കാരിയർ
തരുന്നത് നമുക്ക് ഇങ്ങനെ തരുന്നത് ദിസ് ഈസ് ആക്ച്വലി NI ആണ്. ഇതെന്തോന്ന് ആർക്കെങ്കിലും അറിയാമോ? വാട്ട് ഈസ് ദിസ് ഡിനോട്ടഡ് ബൈ? നിങ്ങൾ ഡിനോട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഡോണർ ആണ്, ഞാൻ ND എന്ന് വിളിക്കുവാണ്. ഇത് അക്സെപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് NA എന്ന് വിളിക്കാം. ഓക്കെ, സോ NA, ND ആൻഡ് NI ആർ ഗിവൺ. നമുക്ക് വേണ്ടത് ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. N is what? ആരൊന്നും പറയുന്നില്ല. ഓക്കെ, സോ ഇതിന് വലിയൊരു ഇക്വേഷൻ നമ്മുടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് എന്നിന്റെയും ബിയുടെ ഇക്വേഷനൊക്കെ നമുക്ക് ഓൾറെഡി ഒരു വെരി ലാർജ് ഇക്വേഷൻ ഐ ഹാവ്. നമുക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് പറയുകയല്ല. ഓക്കെ, ഫോർ n കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? n കിട്ടാൻ സി എന്നല്ലേ ചോദിച്ചേക്കുന്നത്? ഓക്കെ, NA മൈനസ് ND/2 വലിയൊരു ഇക്വേഷനാണ്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി റൂട്ട് ഓഫ് NA മൈനസ് ND/2 ഡോൾ സ്ക്വയർ പ്ലസ് NA സ്ക്വയർ എന്ന് പറഞ്ഞ ഇന്ത്യൻ ഇക്വേഷൻ ഉണ്ട്. പിക്ക് പോലെ ഇക്വേഷൻ ഉണ്ട്, ND മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഐ ഡോണ്ട് പ്രിഫർ ദിസ്. ഇതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, ഇതിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ സമയം എടുക്കും. റൂട്ടിൻ്റെ അകത്ത് ഈ വാല്യൂ ഒക്കെ നിങ്ങൾ സ്ക്വയർ ചെയ്ത് റൂട്ട് ഓഫ് ദിസ് NA സ്ക്വയർ എടുത്തിട്ട് ഇതിൻ്റെ ഡിഫറൻസ് ബൈ 2 സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് എടുത്തിട്ട് പിന്നെ NA മൈനസ് ND/2 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ആൻസർ എന്ന് പറയുന്നത്. ജനറൽ ഇക്വേഷൻ ഓഫ് ദിസ്. നമുക്ക് അല്ലാതെ ഇരുന്ന് നോക്കാം അതെങ്ങനെയാണ് വരിക എന്നുള്ളത്. പക്ഷെ നോക്കിയാൽ കാണാം, ഇത് നോക്കി ഇതൊരു മെറ്റീരിയലിൻ്റെ അകത്ത് നമുക്ക് അറിയുന്നുണ്ട് ഇത്രയും ഡോണർ ആറ്റംസും ഉണ്ട്, ഇത്രയും അക്സെപ്റ്റർ ആറ്റംസും ഉണ്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിലൊരു ഇക്വിലിബ്രിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ റീകമ്പിനേഷൻ നടക്കും അല്ലേ, റീകമ്പൈൻ ചെയ്യാൻ തുടങ്ങും ഹോൾസും ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ 10⁻16 ഡോണർ ആറ്റംസും ഉണ്ട്, മറ്റടുത്ത് 1.1 × 10⁻17 അത്രയും അക്സെപ്റ്റർ ആറ്റംസും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് നിന്ന് 10⁻, ഏതാണ് കൂടുതൽ? ഈ സെക്കൻഡ് ക്വാണ്ടിറ്റി ആണല്ലേ കൂടുതൽ. ഇത് കൂടിയൊരു വാല്യൂ ആണ്, ഇതൊരു കുറഞ്ഞൊരു വാല്യൂ ആണ്. ഇത്രയും 10⁻16 എന്ത് ചെയ്യും? ഡോണർ ആറ്റംസിന് വേണമെങ്കിൽ ഇവിടെയുള്ള അത്രയും അക്സെപ്റ്റർ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്യാം. അപ്പം മിച്ചം എന്തുണ്ടെന്ന് നിങ്ങൾ നോക്കുക. അക്സെപ്റ്റർ കമ്പൈൻ ചെയ്യാൻ മിച്ചം കിട്ടുന്ന കുറേ കുറേ അക്സെപ്റ്റർ ആറ്റംസ് ആയിരിക്കും മിച്ചം ഉണ്ടാവുക അല്ലേ. ഡോണേഴ്സ് എല്ലാം അക്സെപ്റ്റർ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ അക്സെപ്റ്റർ ആറ്റംസ് ആണ് നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത്. എത്രയാണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 1.1 × 10⁻17 നിന്ന് എന്ത് ചെയ്താൽ മതി? 10⁻16 നിന്ന് സബ് ചെയ്ത് നോക്കുക. അത് കിട്ടാൻ എത്രയായിരിക്കും? 1 × 10⁻17 പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അതാണ് എത്ര കിട്ടുന്നത്? 1 × 10⁻17 പെർ സെൻറ്റിമീറ്റർ ക്യൂബ്, റൈറ്റ്. കാരണം എന്താണ്? ഇത് നമുക്ക് വേണമെങ്കിൽ 0.1 × 10⁻17 എഴുതാമല്ലോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്നിട്ട് എഴുതാം 0.1 × 10⁻17. സോ 1.1 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 × 10⁻17 സെൻറ്റിമീറ്റർ പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് കിട്ടുക. ഓക്കെ, ഫൈൻ. ഇതാണ് എന്താണ് അക്സെപ്റ്റർ ആറ്റംസ് ആണ് അല്ലേ. ഇത്രയാണ് അതിനകത്തുള്ളത്. ഈ മെറ്റീരിയൽ പിന്നെ നോക്കി കാണുന്നത് എത്രയാണ്? 1 × 10⁻17 അക്സെപ്റ്റർ ആറ്റംസ് ആണ് കാണുന്നത്. അപ്പം നമുക്കറിയാം എന്തുവരും സെമികണ്ടക്ടർ മെറ്റീരിയലിൻ്റെ അത് ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ മാസ് ആക്ഷൻ എന്തായാലും ഫോളോ ചെയ്യണം. സോ N × P എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കണം? NA² എന്നുള്ള റിലേഷൻ എന്തായാലും ഫോളോ ചെയ്യണം. ഓക്കെ, ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയും. ഇതെല്ലാ മെറ്റീരിയലിലും ബാധകമാണ്. സെമികണ്ടക്ടർ ആയാലും ശരി, പി ടൈപ്പ് ആയാലും N ടൈപ്പ് ആയാലും ഒക്കെ ബാധകമാണ്. അപ്പം ഇത് അക്സെപ്റ്റർ ആറ്റംസ് മാത്രമായിട്ട് മാറി അല്ലേ. നമുക്ക് എന്നെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം ഇത് ഒരു പി ടൈപ്പ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് വിചാരിക്കാം അല്ലേ. ഒരു പി ടൈപ്പ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഇതിനെ വിചാരിക്കാം. ബിക്കോസ് അത് അക്സെപ്റ്റർ ആറ്റംസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതിനകത്തുള്ള കോൺസെൻട്രേഷൻ P എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 × 10⁻17 ആയിരിക്കും. ബിക്കോസ് അത് അല്ലെങ്കിൽ ഹോൾസ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ അതിനകത്ത് തന്നെ ഉള്ളത് ഹോൾസിൻ്റെ എണ്ണം എത്രയായിരിക്കും? 10⁻17, 1 × 10⁻17 ആയിരിക്കും. Therefore, നമുക്ക് N എങ്ങനെ കണ്ടുപിടിക്കാം? N = NA² / ശരിക്കും NA എന്ന് എഴുതിയാൽ മതി. NA is same as
പി തന്നെയാണ് കേട്ടോ, ബിക്കോസ് ഒരു അക്സെപ്റ്റർ ആറ്റമായിട്ട് മാറിയുണ്ടാവും. നമുക്കപ്പോൾ കിട്ടുന്ന എന്തുവാണ് 10⁻12 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 10⁻17 1 × 10⁻17 നിങ്ങൾക്ക് കിട്ടുന്ന എന്തുവാണ് 10⁻7 പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. നിങ്ങൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടാൻ പോകുന്ന ആൻസർ അത് തന്നെയാണ് 10⁻7 പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് കിട്ടുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. യു ക്യാൻ ഐദർ യൂസ് ദ ഇക്വേഷൻ, ആദ്യം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എനിക്കിങ്ങനെ വിചാരിക്കാം, ഇങ്ങനെയാണല്ലോ ഈ മെറ്റീരിയൽ ഇത്രയും സംഭവം റീകമ്പൈൻ ചെയ്ത് പോകും, മിച്ചമുള്ള എന്തോ ടൈപ്പ് മെറ്റീരിയലാണെന്ന് നോക്കുക, അക്സെപ്റ്റർ ആറ്റമാണ് ഡോണർ ആറ്റമാണ് കൂടുതലും നോക്കുക. ഫ്രം ദാറ്റ് നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇങ്ങനെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, എന്നെ ഈ അക്സെപ്റ്റർ ആറ്റം പ്ലസ് എൻ ഈസ് ഈക്വൽ ടു എൻ ഡി പ്ലസ് പി. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി പ്രിൻസിപ്പിൾ എന്ന ലോ ഓഫ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ്. ഒരു പി ടൈപ്പ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പി ടൈപ്പ് മെറ്റീരിയലിൻ്റെ അകത്ത് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് പി ടൈപ്പ് മെറ്റീരിയൽ വെച്ച് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാം. അങ്ങനെ മോഡിഫൈ ചെയ്യുന്നത്, സപ്പോസ് ഒരു പി ടൈപ്പ് മെറ്റീരിയൽ നമ്മളെല്ലാം ഉള്ളതെന്ന് വിചാരിച്ചു, ഇതിനകത്ത് എന്താ കാണുള്ളൂ, അക്സെപ്റ്റർ ആറ്റംസ് കാണും. സോ നമുക്ക് ഇതിനകത്തുള്ള ഈ പറഞ്ഞതിനെ നെഗ്ലക്ട് ചെയ്യാം, ഡോണർ ആറ്റംസ് ഒന്നും കാണത്തില്ല. സോ പി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വാട്ട് എൻ എന്ന് എഴുതാം. സിമിലർലി നമുക്ക് എൻ ടൈപ്പ് മെറ്റീരിയലിന് എഴുതാം, എൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എൻ ഡി. എത്രയാണോ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും അതിൻ്റെ അകത്തുള്ള എൻ ടൈപ്പ് മെറ്റീരിയലിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എൻ ടൈപ്പ് കാരിയറിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഐദർ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, ബട്ട് ഡിഫിക്കൽട്ട് ആണ്, നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സമയം നമ്മൾ വളരെ വേസ്റ്റ് ആയി പോകും. സോ ഈ രീതി ചിന്തിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, we can move to the next question. കുറച്ചും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അത് ക്യാപ്ചർ ആയില്ല എന്നുള്ളത്, നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ, മനസ്സിലായില്ല എന്നുള്ളത്. ഇല്ലെങ്കിൽ പറഞ്ഞ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, then again this ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പി എൻ ജംഗ്ഷൻ ഡയോഡ്, പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞിട്ടില്ല. പി സൈഡ് ഹാസ് ആൻ acceptor density of 10⁻17 per centimeter cube and the inside has a donor density of 10⁵ into 10⁸18 per centimeter cube. If the intrinsic carrier density in silicon is 1.5 into 10⁻10 per centimeter cube, the contact potential of the p-n junction. The contact potential the equation ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻസർ കിട്ടുന്നുണ്ടോ അറിയാവോ ആർക്കെങ്കിലും? നിങ്ങൾ ഫോർമുല ഓർക്കുന്ന വിചാരിക്കും, അപ്പോൾ ഇനി ഫോർമുല ഞാൻ തന്നെ തരാം. ഓക്കെ, കോണ്ടാക്ട് പൊട്ടൻഷ്യൽ V0 is equal to VT into Ln, V0 is equal to VT into Ln, okay, Na into Nd divided by Ni square. ഇതാണ് ഇക്വേഷൻ. പിന്നെ Ni Nd ഓൾറെഡി അറിയാം, അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റിയുടെ കോൺസെൻട്രേഷൻ ആണ്, ഡോണറിന്റെ ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ഡോണർ ആറ്റംസിന്റെ കോൺസെൻട്രേഷൻ ആണ്, ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറയുന്നതാണിത്. ദെൻ VT എന്താണെന്നുള്ളതുകൊണ്ട് VT is what is known as thermal voltage. സോ VT നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറയാൻ എന്താ പറയാം, K into T/Q ആണ്. K എന്ന് പറയുന്ന ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. എത്രയാണ് വരുന്നത്, 1.38 into 10⁻23 ജൂൾ പെർ കെൽവിൻ ആണ്. ഇൻറ്റു T ഡിവൈഡഡ് ബൈ Q എന്ന് പറയുന്നത് എത്രയാണ്, 1.6 into 10⁻19 ആണ് കൂളംസ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ പറയുന്നില്ല എത്രയാണെന്നുള്ളത്, പറയാത്തതുകൊണ്ട് തന്നെ യു ക്യാൻ അസ്യൂം ദാറ്റ് ഈസ് റൂം ടെമ്പറേച്ചർ ആണെന്ന് അസ്യൂം ചെയ്യാം. T30 ആണെന്ന്
സോറി 25 ഡിഗ്രി അല്ലെങ്കിൽ 27 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആൻസേഴ്സ് ആർ നോട്ട് ദാറ്റ് മച്ച് ക്ലോസ്, അതുകൊണ്ട് തന്നെ ക്ലോസ് അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളത് നിങ്ങളത് എടുക്കുന്ന വാല്യൂ നിങ്ങൾ കെൽവിനിൽ എടുക്കണം കേട്ടോ. ഇപ്പോൾ 300 കെൽവിൻ അല്ലെങ്കിൽ 298 കെൽവിൻ എന്നൊക്കെ എടുക്കാം. അതിലെടുത്താൽ നിങ്ങൾക്ക് അതിനായിട്ട് നിയർ ബൈ ആയിട്ടുള്ള ആൻസർ കിട്ടും. ഓർ അതർവൈസ് നിങ്ങൾക്ക് അറിയാം തെർമൽ വോൾട്ടേജിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ഏകദേശം എടുക്കാറുണ്ട്. പല ടെക്സ്റ്റ് ബുക്ക് പലതാണെങ്കിലും 25 മില്ലി വോൾട്ട് ഓർ 26 മില്ലി വോൾട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ചില ടെക്സ്റ്റ് ബുക്കിൽ 25 മില്ലി വോൾട്ട് എന്ന് കാണാം, ചിലടത്ത് 26 മില്ലി വോൾട്ട് എന്ന് കാണാം. എക്സാക്ട് വാല്യൂ ഈസ് 25.4 സംതിങ് ആണെന്നാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു വാല്യൂ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 25 or 26 എടുത്ത് ചെയ്താൽ കുഴപ്പമില്ല. ഇങ്ങനെ ഓപ്ഷൻ നോക്കുന്നത് ആൻസർ കിട്ടിക്കോളും. ബിക്കോസ് ചോയ്സസ് ആർ നോട്ട് വെരി ക്ലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്. സോ നിങ്ങൾക്ക് നേരിട്ട് അത് യൂസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 26 മില്ലി വോൾട്ടിന് എടുക്കുവാണ്. സോ 26 മില്ലി വോൾട്ട് ഇൻറ്റു ln 10⁻17 ഇൻറ്റു 5 ഇൻറ്റു 10⁻18 ഡിവൈഡഡ് ബൈ 1.5 ഇൻറ്റു 10⁻10 ഹോൾ സ്ക്വയർ. ഓക്കെ, കാൽക്കുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലാതെ നിങ്ങൾ ചെയ്യാന്നുള്ളതാണ് PSC പറയുന്നത്. PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. PSC എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള അറിയത്തില്ല. ഓക്കെ, ഇത് നമ്മളത് അല്ലാതെ ചെയ്യണം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ വേണം ഈ പറയുന്ന പാരാമീറ്റർ കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റും. 26 മില്ലി വോൾട്ട് ഇൻറ്റു ln, അപ്പം ഇവിടെ 10⁻20 വരും, ഇവിടെ 35 ഉണ്ട്, 10⁻35 ഉണ്ട്. അപ്പോൾ 10⁻15 ബൈ 5 ബൈ 1.5 സ്ക്വയർ ആണ് 2.25. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ 26 മില്ലിവോൾട്ട് കിടക്കട്ടെ, നമുക്ക് ഈ ഒരു ഫാക്ടർ കണ്ടുപിടിക്കാം എന്താ വരുന്നത് നോക്കാം. അതായത് വരുന്നത് ln 10⁻15 അല്ലേ ഇൻറ്റു 5 ബൈ രണ്ട് ടേംസ് ആണ് ഉള്ളത്. ഞാൻ log a ഇൻറ്റു log b ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ വരും 15 ഇൻറ്റു ഈ 26 എടുത്തിട്ടില്ല കേട്ടോ, അത് ലാസ്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 15 ഇൻറ്റു ln 10, ഓക്കെ, പ്ലസ് ln 5 ബൈ 2.25 ഇതാണ് വരുന്നത്. ln 10 നിങ്ങൾക്ക് ഓൾറെഡി മേ ബി അറിയാമായിരിക്കും, നിങ്ങൾ അടുത്ത് യൂസ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുന്നു. ln 10 എന്ന് പറഞ്ഞാൽ 2.3 വരിക, 2.3. ഇത് ഏകദേശം 5 ബൈ 2.25, നിങ്ങൾക്ക് ഒരു 2 എന്നൊക്കെ എടുക്കാം. ln 2 നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നല്ലേ, ln 2 എന്ന് 0.693 എന്ന് പറയുന്നത് അല്ലേ, ടൈം കോൺസ്റ്റന്റ് ഓഫ് മോണോസ്റ്റേബിളോ മൾട്ടിസ്റ്റേബിൾ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഒക്കെ എടുക്കുന്നത് ഉപയോഗിക്കുന്നതാണ്. ln 2 എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയാവുന്ന വാല്യൂ ആണ്, 0.693 ആണ്. ഇത് ln 2 കൂടുതലുണ്ടോ കേട്ടോ, അപ്പോൾ നിങ്ങളൊരു 0.7 ഒക്കെ എടുത്താൽ മതി. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് 0.7 വിചാരിക്കും. സോ 15 ഇൻറ്റു 2.3 പ്ലസ് 0.7 എത്ര ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ ഏകദേശം അതൊരു അപ്രോക്സിമേറ്റ്ലി 35 അടുത്തൊക്കെ വരുമായിരിക്കും. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 35 അടുത്തൊക്കെ വരും. 35 ഇൻറ്റു 26 എത്ര വരും? 35 ഇൻറ്റു 26 മൾട്ടിപ്ലൈ നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു വാല്യൂ കിട്ടും. ഇത് 26 മില്ലി വോൾട്ട് ആണ് കേട്ടോ, നിങ്ങളൊരു 3 മില്ലി വോൾട്ട് ആണ്. ഓക്കെ, 35 ഇൻറ്റു 26 മില്ലി വോൾട്ട് അപ്രോക്സിമേറ്റ്ലി ഇത് 0.9 ഒക്കെ വരും തോന്നുന്നു അല്ലേ. 35 ഇൻറ്റു 2 എടുത്താൽ നമുക്ക് 70 കിട്ടുക, 70 മുകളിലുണ്ട്, അത് ഓൾമോസ്റ്റ് ഒരു 0.9 അടുത്ത് വരും. സോ 0.92 ചോയ്സിലുണ്ട്. ഓക്കെ, ഇനി ദ ആൻസർ ഇസ് ദാറ്റ് 0.92. ഓക്കെ, ഇനി ഡൗട്ട്? ഇത് ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുള്ളതാണ്, പക്ഷെ ഇത് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതാണ് നിങ്ങൾ അറിയേണ്ടത്. നിങ്ങളല്ലാതെ ഈ കാൽക്കുലേഷനൊക്കെ നമ്മൾ കാൽക്കുലേറ്ററില്ല ചെയ്യാന്നുള്ളതാണ് അറിയേണ്ടത്. സോ ln 10 എത്രയാണെന്നും ln 2 എത്രയാണെന്നും ഒക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യു ഹാവ് ടു റീകളക്ട് ഫ്രം സംവെയർ ദാറ്റ് ln 2 ഈസ് 0.69, ln 10 ഈസ് 2.3 എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ അല്ലേ? ഓക്കെ, ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാനുള്ളതല്ലേ, കുഴപ്പമില്ല. So again, next question is, in a p-type semiconductor,
the excess electron density is decreasing linearly with the distance at a rate of 10 to the power of 20 per centimeter raised to 4. The electron density is 25 centimeter square plus second per second. The cross-sectional area is 1 micrometer square. Then the electron diffusion current will be. Already ഞാൻ നേരത്തെ ഡിഫ്യൂഷൻ കറണ്ടിനെ പറ്റി പറഞ്ഞപ്പം ഇലക്ട്രോൺ ഡിഫ്യൂഷൻ കറണ്ടിനെ പറ്റി പറഞ്ഞതാണല്ലേ. ഡിഫ്യൂഷൻ കറണ്ട് ജെ കറണ്ട് ഡെൻസിറ്റിയെ പറ്റി പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് അതിനെ കറണ്ട് ഡെൻസിറ്റി നമുക്ക് അറിയാം ഐ ഡിവൈഡ് ബൈ എ ആണ്. ഐ ഡിഫ്യൂഷൻ ബൈ എ ആണ്. ഐ ഡിഫ്യൂഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഐ ഡിഫ്യൂഷൻ ഈസ് ഈക്വൽ ടു ജെ ഡിഫ്യൂഷൻ ഇൻറ്റു എ എന്ന് എടുത്താൽ മതിയല്ലോ. എ എടുത്താൽ ഓൾറെഡി നമ്മൾ ജെ ഡിഫ്യൂഷൻ്റെ ഡെഫിനേഷൻ ഓൾറെഡി അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. പ്രീവിയസ് ഒരു ക്വസ്റ്റിനിൽ പറഞ്ഞതല്ല. ഡ്രിഫ്റ്റ് ഡിഫ്യൂഷൻ കണ്ടിട്ട് പറഞ്ഞതാണ്. ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി ടു ഗെറ്റ് ദ ആൻസർ. ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഡയറക്റ്റ് ഫോർമുല എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട് കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേറ്റ് ആകുന്നത് ഡി എൻ ബൈ ഡി എക്സ് തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് 25 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഇത്ര ഇലക്ട്രോൺസ് ഒരു ഏരിയ കൂടെ പാസ് ചെയ്ത് പോകുന്ന ക്വാണ്ടിറ്റിയാണ്. ആക്ച്വലി ഡി എൻ ആണ് തന്നേക്കുന്നത്. വേറെ രീതി തന്നെന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആക്ച്വലി ഡി എൻ. സോ ഡി എൻ ഈസ് ഗിവൺ 25 centimeter square per second. dn by dx is given 10 to the power of 20 4. Okay, then area is given. Q നമുക്ക് അറിയാം. Q എന്താണ് 1.6 into 10 raised to minus 90. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ, ആൻസർ കിട്ടും. So I diffusion is equal to എന്താണ് വരുന്ന ഇക്വേഷൻ? Q into dn into dn by dx into a ആണ്. 1.6 into 10 to the power of minus 19 into 25. എല്ലാ മീറ്ററിലേക്ക് നമുക്ക് മാറ്റാം. 10 raised to minus 4 എന്നാക്കി, സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ, into 10 raised to 20 divided by 10 to the power of minus 8. അതിന് നമ്മൾ മീറ്ററിൽ തന്നെ മാറ്റി. ഏരിയ എന്ന് പറയുന്നത് 1 മൈക്രോമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, 1 into 10 raised to minus 6 into സ്ക്വയർ മീറ്റർ, മൈക്രോയുടെ സ്ക്വയർ. ട്വൻറ്റി 1.6 into 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര കിട്ടും നോക്കി ആൻസർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. 40 വരും അല്ലേ. 1.6 into 25 is 40. into 10 raised to minus 23. ഇവിടെ എത്ര വരിക? minus 12 minus 35 minus 35 and 20 പോയാൽ minus 15 minus 7. Okay, 10 raised to minus 7. So 4 and 10 raised to minus 6 എഴുതാം. That is 4 microamperes. Option D ആണ്. ഓക്കെ, നേരിട്ട് ഇക്വേഷൻ നേരിട്ട് കൊടുത്താൽ മതി. എല്ലാ പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഡി എൻ ഈസ് ഗിവൺ, mu dn by dx is given, q is given, area is given. So answer is what? 4 microamperes. Option D ആണ് the correct answer എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, പ്രത്യേകിച്ച് കൺഫ്യൂഷൻ വേണ്ട കാര്യമില്ല. ഓക്കെ, now this is a diode. Application of diode പെടുന്നതാണ്. When diodes are used to clip voltage in a circuit because they act as what?
എന്താ ആക്ട് ചെയ്യുന്നത്? സിമ്പിളാണ്, അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ? Current source under certain bias conditions, voltage source under certain bias conditions, inductors at that can remove current spikes, dependent current sources, whose current is kept by the load resistor value. ആൻസർ എന്താണ്? വോൾട്ടേജ് ക്ലിപ്പ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? വോൾട്ടേജ് ക്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ആ പോയിന്റ് തൊട്ടതിൻ്റെ വോൾട്ടേജ് അല്ലേ, നമ്മൾ പർട്ടിക്കുലർ വേവ് ഫോമിൻ്റെ വോൾട്ടേജ് ക്ലിപ്പ് ചെയ്ത് കളയുവാണെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ആക്ട് ചെയ്യും. ബിക്കോസ് അത് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും ഡയോഡ് തരുന്നത്. സോ ആൻസർ എന്തുവാണ്? വോൾട്ടേജ് സോഴ്സസ് അണ്ടർ സർട്ടൻ ബയാസ് കണ്ടീഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് വരുന്നത്, ഏത് പോർഷൻ ക്ലിപ്പ് ചെയ്താലും. ഓക്കെ, ഒരു ക്ലിപ്പറിൻ്റെ അത് ഡയോഡ് എങ്ങനെ ആക്ട് ചെയ്യുന്നു ആ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഡയോഡ്സ് എന്ത് ചെയ്യുന്നത്? ക്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ പല ക്ലിപ്പറിലൊക്കെ നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ക്ലിപ്പറിലൊക്കെ ഡയോഡ് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഡയോഡ് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇത് 0.7 വോൾട്ട് ആയിരിക്കും ഇവിടെ കിട്ടുന്നത് കണ്ടക്ട് ചെയ്യുമ്പോൾ. കണ്ടക്ട് ചെയ്യാത്തത് ഇൻപുട്ടിന് ഔട്ട്പുട്ട് ഫോളോ ചെയ്യും. കണ്ടക്ട് ചെയ്യുമ്പോൾ 0.7 വോൾട്ടാണ് ഉള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളായി കണ്ടക്ട് ചെയ്യത്തുള്ളൂ, ഇങ്ങോട്ടുള്ള കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ, തിരിച്ച് കണ്ടക്ട് ചെയ്യത്തില്ല. സോ ആ ഹാഫ് സൈക്കിൾ ക്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് 0.7 കിട്ടും, പിന്നെ നമുക്ക് ഇൻപുട്ടും കിട്ടും. ഈ പറയുന്ന ക്ലിപ്പ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ്. സിമ്പിളാണ്, നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ ദിസ് ഇസ് റിലേറ്റഡ് റെക്ടിഫയർ ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് PIV across diodes in full wave rectifier made with 2 diodes and the center tapped transformer is dash that in a bridge rectifier. Maybe നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? ഡബിൾ. അയ്യാ, ഡബിൾ. സെൻറ്റർ ടാപ്പ് ആണ് ഓൾറെഡി നമുക്ക് അറിയാം. സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുമ്പോൾ തന്നെ PIV എന്ന് പറഞ്ഞാൽ രണ്ട് ട്രാൻസ്ഫോമർ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം. ഇങ്ങനെയുള്ള ട്രാൻസ്ഫോമറിനകത്ത് 2 സൈക്കിളിലും എന്ത് വരുന്നു? ഇൻപുട്ട് വരുന്നുണ്ട്. സോ നമുക്കിവിടെ വരുന്ന എന്താണ്? 2 times VM ആയിരിക്കും എന്ത് വരുന്ന സെൻറ്റർ ടാപ്പഡ് വിത്ത് അല്ലെങ്കിൽ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഉള്ള വരുന്ന PIV എന്ന് പറയുന്നത് 2 VM ആയിരിക്കും. സാധാരണ ബ്രിഡ്ജ് റെക്ടിഫയറിൽ അത്രയേ ഉള്ളൂ, VM ഉള്ളൂ അല്ലേ? റിവേഴ്സ് ബയാസിൽ എന്താണ് PIV എന്ന് പറഞ്ഞാൽ, ഡയോഡ് റിവേഴ്സ് ബയാസിലായിട്ട് ഇരിക്കുമ്പോഴേക്കും അതിലേക്ക് വരുന്ന റിവേഴ്സ് വരുന്ന വോൾട്ടേജ് എത്രയാണെന്നുള്ളതാണ്. റിവേഴ്സ് ബയാസിൽ വോൾട്ടേജ് എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലേ? നമുക്കറിയാം സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ 2 ഡയോഡാണ് ഉള്ളത്. ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ മറ്റേ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡാണ്. ആ റിവേഴ്സ് ബയാസിന്റെ കണ്ടീഷനിൽ എത്ര വോൾട്ടേജ് അക്രോസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത് ഈ ഡയോഡിന് PIV എന്ന് പറഞ്ഞൊരു ഫാക്ടർ വാല്യൂ ഉണ്ടാവും. ഡയോഡിന് റേറ്റിംഗ് PIV വരുന്നുണ്ടാവും. അപ്പോൾ PIVക്കാലും നമ്മളിപ്പോൾ നമ്മൾ 200 വോൾട്ടിൻ്റെ റെക്ടിഫയർ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡയോഡും നമ്മൾ സെൻറ്റർ ടാപ്പിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 400 വോൾട്ടെങ്കിലും മിനിമം PIV ഉള്ള ഒരു ഡയോഡാണ് ചൂസ് ചെയ്യുക. പക്ഷെ അത് ബ്രിഡ്ജ് റെക്ടിഫയറിലാണെങ്കിൽ ആ PIV കുറച്ചും കുറഞ്ഞ 200 വോൾട്ട് ഉള്ളത് മതി. കാരണം അത്രയും വോൾട്ടേജ് റിവേഴ്സ് ബയാസിൽ മാക്സിമം അതിലേക്ക് എത്തുന്നുള്ളൂ. ഓക്കെ, അതാണ് PIV നമ്മൾ പറയുന്ന പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഡിസൈൻ ഓഫ് എ റെക്ടിഫയർ നമ്മൾ നോക്കുന്ന ഒരു റേറ്റഡ് വാല്യൂ ആണ് PIV എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയോഡ് കൊണ്ടുപോയി നമ്മൾ ഈ റെക്ടിഫയറിൽ വെക്കുമ്പോൾ അതിന് കിട്ടുന്ന പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എത്ര ഇൻവേഴ്സ് അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ സെൻറ്റർ ടാപ്പിൽ 2 VM കിട്ടുന്നുണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയർ നമുക്കത് VM ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡബിൾ എന്ന് തന്നെ പറയണം. ഓക്കെ, ഡബിൾ ഓഫ് ദാറ്റ് ബ്രിഡ്ജ് റെക്ടിഫയറിന് ഡബിൾ ആണ് സെൻറ്റർ ടാപ്പിലുള്ളത്. ഓക്കെ, this is related to Zener diode. A Zener diode voltage regulator has a load requirement of 12 volt and 2 ampere. The Zener diode's minimum current is 0.2 amperes. The minimum voltage at input is 24 volt. What is the maximum efficiency of the circuit up to 1 decimal place? നമുക്കറിയാം സെനർ ഡയോഡിൻ്റെ റെക്ടിഫയർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മളിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? സെനർ ഡയോഡ് റിവേഴ്സ് ബയസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. We have some load resistor here. The load requirement ഒക്കെ ഓൾറെഡി തന്നിട്ടുണ്ട്. ലോഡ് റിക്വയർമെൻറ്റ് എത്രയാണ്? 12 വോൾട്ട് 2 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്ലൈ ചെയ്യുന്ന മിനിമം ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് 24 വോൾട്ട് ആണ്. മിനിമം സെറർ കറണ്ട് തന്നിട്ടുണ്ട് IZ മിനിമം 0.1. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി എഫിഷ്യൻസി, മാക്സിമം എഫിഷ്യൻസി of the circuit? Up to 1 decimal place. Options are 45.5, 35.7, 50.5, 55.7. ഓക്കെ, ആൻസർ പറയുന്നില്ല. നോക്കുക, ഇൻപുട്ട് പവറിൽ ജനറേറ്റ് ചെയ്യുന്ന പവറിന്റെ എത്ര പവർ ഔട്ട്പുട്ടിൽ ലോഡിൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് എഫിഷ്യൻസി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഓൾറെഡി പറയുന്നുണ്ട് ലോഡിന്റെ അക്രോസുള്ള വോൾട്ടേജും കറണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന പവർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ദാറ്റ് ഈസ് 12 × 2 ആണ്, 24 വാട്ടാണ് വരുന്നത്. എത്ര ഇൻപുട്ടിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പവറിന്റെ എത്ര വാട്ട് നമുക്ക് ലോഡിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എഫിഷ്യൻസി നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇൻപുട്ടിൽ പവർ കണ്ടുപിടിക്കണം. നമുക്ക് ഓൾറെഡി പറയുന്ന കാര്യം നമുക്കറിയാം, ലോഡിൽ കൂടെ പോകുന്ന കറണ്ട് 2 ആംപിയർ എന്നറിയാം. ജനറൽ എന്തായാലും ബ്രേക്ക് ഡൗണിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഇതിൽ കൂടെ 0.2 ആംപിയർ കറണ്ട് പോകണമെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. 0.2 അങ്ങനെയാണെങ്കിൽ സപ്ലൈ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? നോഡ് അല്ല, KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ആംപിയർ പോയി 0.2 ഇങ്ങോട്ട് പോയാൽ ഇവിടുന്ന് 2.2 ആംപിയർ സപ്ലൈ എന്ന് വരണം. സോ 2 ആംപിയർ നമ്മൾ സപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ 2 ആംപിയർ ലോഡിൽ കൂടെ പോയിട്ട് ബാക്കി 0.2 ആംപിയർ സെൻട്രൽ കൂടെ പോകത്തുള്ളൂ. ഇപ്പോൾ സെൻട്രൽ കൂടെ പോകുന്ന കറണ്ട് 2 ആംപിയർ താഴെ 0.2 താഴെയാണെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക് ബ്രേക്ക് ഡൗൺ ഓപ്പറേറ്റ് ചെയ്യത്തില്ല. നമ്മൾ പറഞ്ഞ റെക്ടിഫയറിന്റെ അല്ലെങ്കിൽ റെഗുലേറ്ററിന്റെ ഒരു എന്ത് കിട്ടത്തില്ല, ഫംഗ്ഷൻ കിട്ടത്തില്ല. സോ മിനിമം സെനർ എന്ന് പറഞ്ഞാൽ 0.2 പോയിരിക്കണം. അപ്പോൾ സപ്ലൈ വോൾട്ടേജ് എന്തായാലും 2.2 ആംപിയർ എങ്കിലും എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്യണം. ഈ പറയുന്ന നമ്മുടെ 24 വോൾട്ടിൽ മിനിമം വോൾട്ടേജുള്ള സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ മിനിമം വോൾട്ടേജ് നമ്മൾ 0.2 എങ്കിലും കൊടുക്കണം. നമ്മൾ ഈ വോൾട്ടേജ് ഇത് വേരിയബിൾ പാരാമീറ്റർ നമുക്കറിയാം. മിനിമം 24 ഇത് 0.2 എങ്കിലും കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ 2.2 ആംപിയർ എങ്കിലും സപ്ലൈ ചെയ്യാൻ പറ്റണം. ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കറണ്ട് കൂടും, ആ മിച്ചമുള്ള കറണ്ട് ഇത് കൂടെ പൊക്കോളും. സേം ഇത് കൂടെ 2 ആംപിയർ പോയിട്ട് 0.2 അല്ലെങ്കിൽ 0.4 0.5 ഒക്കെ വേണമെങ്കിൽ കൊണ്ട് പോകാം. ബട്ട് മിനിമം വോൾട്ടേജിലുള്ള എഫിഷ്യൻസി നമുക്ക് നോക്കുവാണെങ്കിൽ 24 ആണ് ഇവിടെ തരുന്നത്. സോ ഇത് 24 × സപ്ലൈ ചെയ്യുന്നത് 2.2 ആംപിയർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 12 × 2 ഡിവൈഡഡ് ബൈ 24 × 2.2 × 100. This is approximately 24 divided by എത്ര വരിക? 52 സംതിങ് ഒക്കെ വരുന്നു അല്ല. അപ്പോൾ അതിനകത്ത് 45 അടുത്ത് വരുമായിരിക്കും അല്ലേ? 45 50 താഴെ വരാൻ പോകുന്നത്. 50 താഴെയുള്ള ഓപ്ഷനിലുള്ളത് 35ഉം 45 ആണുള്ളത്. ബിക്കോസ് 24/52 ആണല്ലോ, അതിന് 50 താഴെ വരത്തുള്ളൂ. എന്നാൽ 35ലോട്ടൊന്നും കുറയത്തില്ല, ബിക്കോസ് വാല്യൂ എന്ന് പറയുന്നത് വെരി ക്ലോസ് ടു 50 ആണ് വരേണ്ടത്. സോ ആൻസർ എന്തുമായിരിക്കും? 45.5%. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്ഷനൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, 24/52 എന്ന് പറയുന്നത് 24/48 ആയിരുന്നെങ്കിൽ അത് 50% വന്നേനെ. 24/52 ആകുമ്പോൾ ജസ്റ്റ് ആൻഡ് 50 ആണ്. രണ്ട് ഓപ്ഷനുള്ള, ഓപ്ഷൻ എ ആൻഡ് ബി. പിന്നെ നമ്മൾ നോക്കി കാണാം, ഇത് വെരി ക്ലോസ് ടു 50 വരാൻ സാധ്യതയുള്ളൂ, ബിക്കോസ് 24/52 അല്ലേ ഉള്ളൂ. 35ലോട്ടൊന്നും കുറഞ്ഞു പോകത്തില്ല. സോ മൾട്ടിപ്ലൈ കളറുടെ അല്ലെങ്കിൽ ഡിവിഷൻ കൊടുക്കാതെ നമുക്ക് ആൻസർ നോക്കി കണ്ടുപിടിക്കുക. 45.5 ആണ്. ഓക്കെ, we can move to the next question. This is related to the barrier potential. സിമ്പിൾ ആണ്. The barrier potential at the room temperature എന്ന് പറയുന്നത് 0.7 ആണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് വാല്യൂ അറ്റ് 125 degrees Celsius.
വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പറയേണ്ട ടെമ്പറേച്ചർ കൂടുമ്പോൾ ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചേഞ്ച് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ട് ഇസ് ദ ചേഞ്ച് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്? വാല്യൂ കുറയാനാണ് കൂടാനാണ് സാധ്യത. 0.7 കൂടുതലായിരിക്കും കുറവായിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? കുറയും. യെസ്, ഓഫ് കോഴ്സ് കുറയും. ഓക്കെ, പറഞ്ഞു അത്രേ ഉള്ളൂ. ബാരിയർ പൊട്ടൻഷ്യൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ -2 mV പെർ ഡിഗ്രി അത്രയും കുറയും. ഓക്കെ, 1 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2 mV കുറവുണ്ടാവും ബാരിയർ പൊട്ടൻഷ്യലിൽ. നമ്മൾ ട്രാൻസിസ്റ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ സെയിം പാരാമീറ്റർ വാല്യൂ തന്നെയാണ് 2 mV എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ ഇവിടെ 100 ഡിഗ്രി 125 ആയില്ല. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 ഡിഗ്രിക്ക് ഇത്രയും കൂടുമെങ്കിൽ -2 mV ഇൻറ്റു 100 അത്രയും ആയിരിക്കും ഡിക്രീസ് ചെയ്യുന്നത് ഇത്രയും ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ 0.2 അല്ല -0.2 ആണ്. ഇപ്പോൾ 0.7 ആണ് നമുക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഇവിടെ എന്ത് പറ്റും? 0.2 കുറയ്ക്കുമ്പോൾ നമുക്ക് 0.5 വോൾട്ട് എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ്. പറയേണ്ട എത്ര ഉള്ളൂ? ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നോക്കിയാൽ ഏതെങ്കിലും പി എൻ ജംഗ്ഷൻ്റെ അടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ജംഗ്ഷൻ വാല്യൂ നോക്കിയാലും മതി. ടെമ്പറേച്ചർ കൂടുമ്പോൾ 1 ഡിഗ്രി കൂടുമ്പോഴേക്കും അത് 2 mV കുറയും. 2 ഡിഗ്രി കുറയുമ്പോൾ 4 mV അടുത്ത് അങ്ങനെ കുറഞ്ഞ് 100 ഡിഗ്രി വരെ കൂടിക്കഴിഞ്ഞാൽ എത്ര കുറയും? അത് 0.2 വോൾട്ടിൻ്റെ കുറവുണ്ടാകും. സോ 0.5 ആയിരിക്കും അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ. ഈ വാല്യൂ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഡിക്രീസ് ചെയ്യുന്ന വാല്യൂ എത്രയാണ്? And the next question is related to half-wave rectifier. A half-wave rectifier is fed from a secondary of a transformer whose output voltage is 12.6 volt. The DC voltage of the rectifier output is. ഡയറക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓൾറെഡി പഠിച്ചാന്ന് വിചാരിക്കുന്നു. യെസ്, സോ കാൽക്കുലേറ്റ് വാട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി സി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ആവറേജ് അല്ലേ? ആവറേജ് ഡി സി വോൾട്ടേജ്. ആവറേജ് വാല്യൂ എത്രയാണ്? ആവറേജ് ഓർ ഡി സി. ഓക്കെ, ഡി സി വോൾട്ടേജ് ആണ് വേണ്ടത്. ഹാഫ് റെക്ടിഫയർ ആണ്. നമുക്കറിയാം എന്താണ് ഡി സി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് VM/π. VM/π is the output DC. സോ ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട് വരുന്ന വാല്യൂ എത്രയാണ്? 12.6 എന്നാണ് തന്നിരിക്കുന്നത്. 12.6 വോൾട്ട് ആണ്. RMS വാല്യൂ കിട്ടുക നമുക്കറിയാം അല്ലേ? RMS ആണ് കിട്ടുക. സോ വാട്ട് ഈസ് VM? 12.6 ഇൻറ്റു √2 ആണ്. ഡിവൈഡഡ് ബൈ 5 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് അല്ലെങ്കിൽ ഡി സി കിട്ടും. സോ 3.14 12 ആണ്. ഇത് ഏകദേശം എത്ര വരും? 4 √2 is 1.4. That is approximately 5-6 വോൾട്ട് താഴെ വരത്തുള്ളൂ. സോ 5.6 ആണ് എൻ്റെ ആൻസർ.
Okay, the answer is 5.66 volt. Direct equation ആണ്. VM/pi ആണ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ DC ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ബട്ട് ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട് വരുന്ന വാല്യൂ ഓർക്കുക, ദാറ്റ് ഈസ് RMS വാല്യൂ ആണ്. അതിനെ പീക്കിലോട്ട് കൺവേർട്ട് ചെയ്യണം. മൾട്ടിപ്ലൈ √2 ഡിവൈഡഡ് ബൈ പൈ എടുത്താൽ മതി. ഓക്കെ, that is simple. Then one more question is, the PN junction with the 100 ohm resistor is forward biased so that the current of 100 milliampere flows. If the voltage across this combination is instantaneously reversed to 10 volt at t equal to 0, the reverse current that flows through the diode at t equal to 0 is approximately given by. Very simple. നോക്കിയിട്ട് തന്നെ ആൻസർ പറയാവുന്നതാണ്. സീറോ ആണോ? സീറോ അല്ല, ഇതെന്ന് പറഞ്ഞാൽ ഡയോഡിന്റെ റിവേഴ്സ് റിക്കവറി അല്ലെങ്കിൽ റിവേഴ്സ് റിക്കവറി ആയിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന ക്വസ്റ്റ്യൻ ആണ്. റിവേഴ്സ് റിക്കവറി എന്ന് പറയുന്ന സംഭവം ഉണ്ട്, നമുക്കറിയാം. ഒരു PN ജംഗ്ഷൻ ഡയോഡ് നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് നമ്മൾ സഡൻ ആയിട്ട് എന്ത് ചെയ്യാൻ നോക്കുവാണ്, സ്വിച്ച് ചെയ്യാൻ നോക്കുവാണ്, ഫോർവേഡ് ബയാസ് ടു റിവേഴ്സ് ബയാസിലേക്ക് ആക്കാൻ നോക്കുവാണ്. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മുടെ PN ജംഗ്ഷൻ ഡയോഡ് നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, വി ഹാവ് PN ജംഗ്ഷൻ ഡയോഡ്. നമ്മൾ അതിലേക്ക് ഒരു സോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഫോർവേഡ് ബയാസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു എന്ന് വിചാരിച്ചു. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇതിനെ റിവേഴ്സ് ചെയ്യുകയാണ്. ഈ പറയുന്നതിന് മാറ്റിയിട്ട് തിരിച്ചു വെച്ചു. ഇപ്പം നമുക്കറിയാം, പെട്ടെന്ന് ഒരു നല്ലൊരു കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കറണ്ട് പറയുന്നത് 100 milliampere കറണ്ടാന്ന് വിചാരിച്ചു ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സഡൻലി വി ആർ ട്രൈങ് ടു റിവേഴ്സ് ബയാസ് ഇറ്റ്. റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ എന്നാ പറ്റും, ആ ഇൻസ്റ്റന്റ് തന്നെ ഇവന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ കറണ്ട് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കുറെ കഴിയുമ്പോഴത്തേക്കും സെറ്റിലാകുമ്പോൾ വരേണ്ടത്. പക്ഷെ അതിലേക്ക് എത്താൻ വേണ്ടി ആ സഡൻ ഇൻസ്റ്റന്റ് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ച് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിലേക്ക് എത്താൻ പറ്റത്തില്ല. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കറണ്ട് പതുക്കെ കുറഞ്ഞ് നമ്മൾ ഇൻസ്റ്റന്റ് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും എങ്ങോട്ട് എത്തുന്നത്, ഇത് സെറ്റിലാവുന്നത്. സെറ്റിലാവുന്ന എങ്ങോട്ടാണ്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിലേക്കാണ് സെറ്റിലാവുന്നത്. ആ ടൈമിന് പറയുന്നത് എന്തുവാണ്, നമ്മൾ പറയുന്നതാണ് റിവേഴ്സ് റിക്കവറി ടൈം എന്നാണ് പറയുക. ഓക്കെ, റിക്കവറി ടൈം TRR എന്നൊക്കെ പറയാറുണ്ട്. റിവേഴ്സ് റിക്കവറി TRR എന്ന് പറയുന്നത് ഇതിലേക്ക് എത്തുന്നു. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ആ സെയിം ഇൻസ്റ്റന്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന എത്രയാണ് ഫ്ലോ ചെയ്ത കറണ്ട്, അത്രയും കറണ്ട് തന്നെയായിരിക്കും ഡയോഡിൽ ഫ്ലോ ചെയ്യുന്നത്. എത്ര കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത് 100 milliampere കറണ്ട് ആണ്. അത്രയും കറണ്ട് തന്നെയായിരിക്കും ഡയോഡിൽ ആ ഇൻസ്റ്റന്റിൽ T0 ഫ്ലോ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കറണ്ട് കുറഞ്ഞ് ആ റിവേഴ്സ് റിക്കവറി ടൈം കുറച്ച് നാനോ സെക്കൻഡ്സിലേക്ക് വരുന്നതാണ് ഒരു വാല്യൂ റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത്. പക്ഷേ T0 ആ ഇൻസ്റ്റന്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണോ പോയി അത്രയും കറണ്ട് തന്നെ വരും. അതിന് ബിഹൈൻഡ് കുറേ തിയറി അതിൻ്റെ ബിഹൈൻഡ് കുറയിലുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. നിങ്ങളപ്പോൾ റിവേഴ്സ് റിക്കവറിയെ പറ്റി പഠിച്ചാൽ മതി. നമുക്കറിയാം, ഇവിടുന്ന് ഉള്ള ഹോൾസ് എല്ലാം ഇങ്ങോട്ട് മൂവ് ഇവിടെ വന്നിരിക്കുമായിരിക്കും, ഇവിടുന്നുള്ള ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ട് ഇവിടെ വന്നിരിക്കുമായിരിക്കും. പെട്ടെന്ന് ഇവരെല്ലാം കൂടെ അതിൻ്റെ റിലാക്സ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതായത് ഇപ്പം ഇങ്ങോട്ട് വന്ന ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ടും പോകണം, ഇവിടെ നിന്ന് ഹോൾസ് എല്ലാം ഇങ്ങോട്ടും വരണം. ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഇറ്റ് ടേക്ക് സം ടൈം. നമുക്ക് സ്വിച്ചിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്, അല്ലേ? ഷോർട്ട് കീ ഡയോഡ് എന്നൊക്കെ പറഞ്ഞ ഡയോഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ റിവേഴ്സ് റിക്കവറി ടൈം വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഡയോഡ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. സോ വെരി ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന് സെറ്റിലാവാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു സാധാരണ ഇവിടെ കുറേ ഹോൾസും ഇവിടെ കുറേ ഇലക്ട്രോണുള്ള സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ എത്തും, ബട്ട് ആ സ്വിച്ചിങ് ഇൻസ്റ്റന്റിൽ എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയാവുന്ന കറണ്ട് ഫ്ലോ ചെയ്ത് അത്രയും കറണ്ട് തന്നെ അത് ഫ്ലോ ചെയ്യും. ആ കറണ്ട് എന്തുവാണ്, 100 milliampere ആയിരിക്കും. ഓക്കെ, നിങ്ങൾ അതിൻ്റെ റിവേഴ്സ് റിക്കവറിയുടെ ബാൻഡ് ഡയഗ്രം ഒക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോൺ
അതുപോലെ തന്നെ ഹോളിൻ്റെ ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതൊക്കെ ഉള്ളതുകൊണ്ട് ഇൻ ഡീറ്റെയിൽ പഠിച്ചില്ലെങ്കിൽ എനിക്ക് റീഡ് ചെയ്ത് വെക്കാൻ നല്ലതാണ്. ഓക്കെ, ഇങ്ങനെയാണ് റിവേഴ്സ് റിക്കവറി നടക്കുക എന്നുള്ളത്. ചില ഡയോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിക്കവറിയിലേക്ക് അല്ലെങ്കിൽ പറയുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് റിവേഴ്സ് റിക്കവറി ടൈം കുറച്ച് വെക്കാം. അത് ചില ആപ്ലിക്കേഷനൊക്കെ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ് അങ്ങനത്തെ ഷോക്ക്ലി ഡയോഡ് എന്നൊക്കെ പറഞ്ഞ ഡയോഡ് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിക്കവറി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ബട്ട് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബി എൻ ജംഗ്ഷൻ ഡയോഡ് അങ്ങനെ ഇൻസ്റ്റൻറ്റ് റിക്കവറി ഒന്നും പറ്റത്തില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നാനോ സെക്കൻഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വിച്ചിങ്ങിന് കേട്ടോ. എനിവേ അത്രയും കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സെറ്റിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന പഴയ ബയാസ് ചെയ്യാത്തപ്പോൾ ഉണ്ടായിരുന്ന ലെവലിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ, റിവേഴ്സ് കണ്ടീഷനിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റന്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സെയിം കറണ്ട് ഫ്ലോ ചെയ്യും. അതെത്രയാണ്, 100 മില്ലി ആംപിയർ തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് എൻ്റെ ആൻസർ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ റിപ്പിൾ ഫാക്ടർ ഓഫ് എ കപ്പാസിറ്റർ filter C connected to the output of a full wave rectifier with the input line frequency of Hertz and the load resistor RL is given by dash 1/2 root 3 F into RL into C 1/4 root 3 F into RL into C 1/2 pi F into നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഡയറക്റ്റിഫിക്കേഷൻ ഓർത്തിരിക്കാന്നുള്ളതാണ്. ഓക്കെ, ഡെറിവേഷനൊക്കെ നമുക്ക് സമയം എടുക്കും, ഡെറിവേവ് എടുക്കാവുന്നതാണ്. ഇനി വി ക്യാൻ ഡെറിവ് ദിസ് ഇക്വേഷൻ. ഈ പറയുന്ന ചാർജിങ് ഡിസ്ചാർജിങ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആൻസർ ഡെറിവേവ് എടുക്കാം. റിപ്പിൾ ഫാക്ടർ കണ്ടുപിടിക്കാം. റിപ്പിൾ RMS വാല്യൂ കണ്ടുപിടിക്കുന്നു, ബൈ DC വാല്യൂ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അത് കണ്ടുപിടിക്കാം. അപ്പം അതിലേക്കൊക്കെ പോയി നമ്മൾ സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. യൂഷ്വലി വി ആർ അപ്രോക്സിമേഷൻ നമ്മൾ കൊടുക്കുന്നത്, മെജോറിറ്റി കേസ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് റിപ്പിൾ എന്ന് പറയുന്നത് വി ആർ അപ്രോക്സിമേറ്റഡ് ലൈക്ക് ട്രയാങ്കുലർ വേവ് ഫോം ആയിട്ടാണ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യൂഷ്വലി ശരിക്കും ട്രയാങ്കുലർ വേവ് ഫോം അല്ല, കാരണം സൈനസോയ്ഡൽ വേവ് ഫോം എന്നാണത് കിട്ടുന്നത്. നമുക്കത് ഒരു ട്രയാങ്കുലർ വേവ് ഫോം ആയിട്ട് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ഓൺ ടൈമും കാണും, ഒരു ഓഫ് ടൈം കാണും. ചാർജ് ആക്ടിവേറ്റ് ഡ്യൂറിങ് ഓൺ ടൈം ഈസ് ഈക്വൽ ടു എന്തുവാണ്, ചാർജ് അതിന് പോയ ചാർജ്, എത്ര ചാർജ് പോയിട്ടുണ്ടോ അത്രയും ചാർജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അക്യൂർ ചെയ്യുന്നത് ചാർജിങ് പീരീഡിൽ. അപ്പോൾ ഡിസ്ചാർജിങ് പീരീഡിൽ എത്ര ചാർജ് കുറയുന്നുണ്ടോ അത്ര അക്യൂർ ചെയ്യും. അത് ആ ഇക്വേഷൻ നമുക്കറിയാം, ജനറൽ ഇക്വേഷനൊക്കെ വെച്ചാൽ ചെയ്യുന്നത്. സോ വി ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് ടി ബൈ ആർ സി എന്ന് പറയുന്ന ഇക്വേഷനൊക്കെ, ചാർജിങ് ഡിസ്ചാർജിങ് ഇക്വേഷനൊക്കെ ഉണ്ടല്ലോ കപ്പാസിറ്ററിൻ്റെ, അത് വെച്ചാണ് ഡെറൈവ് ചെയ്തെടുക്കുന്നത്. സോ നിങ്ങൾ ഡെറൈവ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് എന്തുമായിരിക്കും, 1/4 root 3 F into RL into C എന്നായിരിക്കും. ഓക്കെ, ബെറ്റർ ടു റിമെമ്പർ ദിസ് ഫോർമുല, അതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഡെറൈവ് ചെയ്തെടുത്ത ആൻസർ കണ്ടുപിടിക്കാൻ കുറച്ച് സമയം പോകുന്നു. 75 മിനിറ്റാണ് ആകപ്പാടെ ഉള്ളത്. അതിനുള്ളിൽ നിങ്ങൾക്ക് ഡെറൈവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് 5-10 മിനിറ്റ് എടുക്കും. ഓക്കെ, ഇതാണ് കപ്പാസിറ്റർ ഫിൽട്ടർ വെച്ചിട്ടുള്ള ഫ്ലൂവർ റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ദി മെയിൻ formulas related to the ripple factors of various filters. You can note down this. C filter-ന്റെയും L filter-ന്റെയും LC filter-ന്റെയും CRC filter-ന്റെയും ripple factor equations ആണ് ഇവിടെ വെച്ചിട്ടുണ്ട്. You can take this or note ചെയ്ത് വെക്കാം. Okay. So any doubt regarding this session? Session ഇത്ര find up ചെയ്ത questions എത്രയാണ് ഉള്ളത്? സർ, ഈ റിപ്പിൾ ഫാക്ടേഴ്സ് തന്നിട്ടുള്ളതെല്ലാം ഫുൾ വേവിന്റെ അല്ലേ? ഇതെല്ലാം ഫുൾ വേവിന്റെ കൊടുത്തേക്കുന്നത്. നമ്മളങ്ങനെ ഹാഫ് വേവ് വെക്കാറില്ല, എല്ലാം ഫുൾ വേവിന്റെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ചോദിക്കാം. എനി പോർഷൻ, എനി ഡൗട്ട്?
ഓക്കെ ഫൈൻ. ഓക്കെ ദെൻ താങ്ക് യു ഫോർ ദി സെഷൻ. നമുക്ക് വേറെ സെഷനിൽ കാണാം. ഓക്കെ. താങ്ക് യു സർ. ഓക്കെ സർ. സർ ഇതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏത് ഭാഗത്താണ്? sir. എല്ലാ ഭാഗവും ശരിക്കും നോക്കണല്ലേ? ഏതാണ് എന്താണ് ചോദിച്ചത്? കേട്ടില്ല. സർ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏത് ഭാഗത്താണ്? ഈ എല്ലാ സബ്ജക്റ്റിലാണ് പറയുന്നത്, സർക്യൂട്ടിൽ മാത്രമാണ് പറയുന്നത് ചോദിക്കുന്നത്? എല്ലാ മൊത്തത്തിലാണ് സബ്ജക്റ്റിലും പൊതുവെ ഇതിപ്പോ ഈ സർക്യൂട്ടിലാണെങ്കിൽ ഇതിലൊക്കെ ഓരോന്നിലും ഡീപ്പായിട്ട് തന്നെ എടുക്കണം അല്ലേ? അതെന്ന് പറഞ്ഞാൽ നമ്മള് ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുവാണെങ്കിൽ മേ ബി കുറച്ച് സിമ്പിൾ ആവാൻ സാധ്യത കുറവാണ്. എനിവേ നമ്മൾ ഓരോ പോർഷനിലും കുറെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നടക്കുള്ളൂ. ഇവരെന്ത് ചോദിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇവരുടെ ഒരു കുഴപ്പം. ചിലപ്പോൾ മേ ബി വളരെ സിമ്പിൾ ആയി സാധ്യത കുറവാണ്. ജനറൽ എക്സാമിനൊക്കെ ഇവരെ നോക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം മിക്കവാറും ടഫ് ആവാനേ സാധ്യതയുള്ളൂ എക്സാം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ റെക്ടിഫയർ ആ പറഞ്ഞ പോർഷനൊക്കെ ഉണ്ടല്ലോ, അതിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ റഫായിട്ടൊന്ന് പഠിച്ചു പോയാൽ ചിലപ്പം ശരിയാവാൻ തോന്നുന്നില്ല. എത്രമാത്രം മാർക്ക് കിട്ടും എന്നുള്ളത് പ്രശ്നമാണ്. എന്നാണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ ബൈ ലക്കിൽ ചിലപ്പോൾ എക്സാം എളുപ്പമാണെങ്കിൽ കുഴപ്പം കാണിയല്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു പർട്ടിക്കുലർ സർക്യൂട്ട്സിൻ്റെ അകത്ത് നമുക്കൊരു 12 തൊട്ട് 16 ക്വസ്റ്റ്യൻ വരെ പ്രതീക്ഷിക്കാം. യു ക്യാൻ എക്സ്പെക്ട്. ഓക്കെ, ആ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, എല്ലാം വരും കേട്ടോ. ഇത് മാത്രമല്ല പറയുന്നത്, ഡയോഡ്സ്, പിന്നെ BJT, ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അത് നമുക്ക് ഇപ്പോൾ 12 to 16 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതൊരു വലിയ കോൺട്രിബ്യൂഷൻ. അപ്പോൾ അത് അത്യാവശ്യം നോക്കേണ്ടി വരും. അത് നമുക്കൊരു 5-8 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയേക്കും. മേ ബി സിമ്പിളായിട്ട് 8 തൊട്ട് 10 വരെ ഒരു ആവറേജ് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള 4-5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ടഫായിട്ട് ഇടുന്നത് മിക്കവാറും. അപ്പം അത് നമുക്ക് കുറച്ച് കാര്യം അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏതെങ്കിലും പോർഷൻ നോക്കുകയാണെങ്കിൽ അത് നല്ലോണം ഡീപ്പായിട്ട് നോക്കിയാൽ പോരെ? എന്തെങ്കിലുമൊക്കെ ഒമിറ്റ് ചെയ്ത് പോയാലും അല്ല എന്തെങ്കിലും ചാൻസ് ഉണ്ടോ സർ? ഓർത്തിരിക്കാൻ പറ്റണമെന്നില്ല, ഒരു കാര്യമാണ്. എല്ലാ പോർഷനും അതേപടി ഇത്രയും ഒരു പോർഷൻ ഒരു സെക്ഷൻ കറക്റ്റായിട്ട് പഠിച്ചെങ്കിൽ ബാക്കി കിടക്കുവാണല്ലോ. അത് പഠിക്കുമ്പോൾ ഇതൊക്കെ പോകും. എല്ലാം നമ്മളിങ്ങനെ കുറെ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്താലും നമ്മളെല്ലാം ഓർത്തിരിക്കാൻ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും എക്സാമിന് പോകുമ്പോൾ. കുറെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കും. നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നോക്കി പോയായിരിക്കും. ബട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പല കൺഫ്യൂഷൻസ് വരും. ഇതാണോ അതാണോ എന്നുള്ളത്. അപ്പം നമ്മൾ നമ്പർ ഓഫ് ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് തിയറി കുറച്ച് നോക്കിയ ശേഷം കറസ്പോണ്ടിങ് കുറച്ച് ന്യൂമറിക്കൽ നോക്കുക എന്നുള്ളതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും? നിങ്ങൾ എല്ലാവരും അവസാനം കുറഞ്ഞു കിടക്കും. നമുക്ക് ഒരിക്കലും അത് റിക്ലക്ട് ചെയ്യാൻ പറ്റത്തുമില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇപ്പോൾ ഇന്നൊരു കുറേ ക്വസ്റ്റ്യൻ കണ്ടു നോക്കിക്കോ. ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകില്ല. പലതും നമുക്ക് അറിയാൻ പറ്റാതെ വരും. ആൻസർ കിട്ടത്തുമില്ല. ഫോർമുല വെച്ച് ചെയ്യുന്ന ഒക്കെ മറന്നു പോകണം സർ. അത് പിന്നീട് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഫോർമുല വെച്ച് ചെയ്യുന്ന ഒക്കെ മറന്നു പോവാ. പിന്നീട് കിട്ടത്തില്ലല്ലോ അല്ലെ? പിന്നീട് മറന്നു പോകും. അതാ പറയാന്നെ, നമ്മൾ പിന്നീട് ഓർക്കത്തില്ല. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അല്ല കോൺസെപ്റ്റ് ഓർത്തിരിക്കാനാണെങ്കിൽ അത് പിന്നെയും കിട്ടുന്നുണ്ട്. പക്ഷെ ഫോർമുല വെച്ചിട്ടുള്ളതൊക്കെ മറന്നു പോവാ. ഫോർമുല ബേസിൽ കുറെ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ അതാണ് ഒരു കുഴപ്പം, ഒരു പ്രശ്നമാണത്. എനിക്ക് തോന്നുന്നത് പോയിന്റ് ഓഫ് ആ ഒരു രീതിയിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ സാറിന് കാണാറുണ്ട്. നിങ്ങൾ അതിന് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചുമ്മാ എടുത്തെങ്കിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ സാറിന് ഇലക്ട്രോണിക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻ അങ്ങനെ കാണും. എന്തായാലും എല്ലാം അല്ല പറയുന്നത്, കുറെ കാണും, കുറച്ച് ക്വസ്റ്റ്യൻ കാണും. അത് നമ്മളത് ഓർത്തിരുന്ന് കുറെ തവണ റിവൈസ് ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല അതിൻ്റെ. ഓക്കെ ഫൈൻ, താങ്ക് യു. താങ്ക് യു സർ.